നമസ്കാരം. ഇതാണ് എഴുത്തുപുര വീട്. മലയാളത്തിന്റെ മഹാകവയിത്രി വിശ്വലക്ഷ്മി തമ്പുരാട്ടിയുടെ തറവാട്. ഈ തറവാട്ട് വകയാണ് മലയാള ശബ്ദം ദിനപത്രവും. ഈ അക്ഷര ചൈതന്യത്തിലേക്ക് സ്വാഗതം. മഹാഗണപതി മോനെ കൊട്ടിശങ്കര തമ്പ്രാട്ടി ഇപ്പൊ കൊണ്ടുവരും ശർക്കര. വായ്പാടാ പുറകെ ഉണ്ട്. കേറുന്നില്ലാനെ. വായ്പാടം കൊടുത്തോളൂ, പേടിക്കണ്ട. പേടിയൊന്നും പോറ്റിക്കുഞ്ഞേ, പോറ്റിക്കുഞ്ഞേ വരുന്നു. എടോ ഇടയ്ക്ക് താൻ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്കുമായിട്ട് എന്റെ ഇടയിൽ ഒന്ന് തടയരുത്. എന്തിനാ എടോ കൊല കൊല? അതിപ്പോ നടക്കും. പഴക്കൊല അതല്ലേ ഇത്. വരുന്നേ കുട്ടിശങ്കര, നിവേദ്യം താമസിക്കാൻ കാരണം ഈ ഇടയ്ക്കയാ. മന്ത്രം ചൊല്ലുന്ന നാവ് കൊണ്ട് കള്ളം പറയാതോ പോറ്റി. വല്യമ്പരാട്ടി ഞാൻ മതി മതി നിർത്ത്. ഇയാളിത് എവിടെ പോയി കിടക്കേ പോറ്റി? എടാ പോറ്റി. ആധാരേ പ്രഥമേ സഹസ്രകിരണം താരാധവം ശ്വാസേ മഹാമയേ. തെക്ക് വടക്ക് നടന്നുകൊണ്ടാണോടോ മന്ത്രം ചൊല്ലുന്നേ? അല്ല, ഞാൻ കിഴക്കുവശത്ത് നിൽക്കായിരുന്നു. മാഹേ മണിപൂരകേ ഹൃതിബുധം കണ്ടേ വാചസ്പതിയും പ്രസാദം. ഇതാ ചായ. അപ്പാ, മണി 7 കഴിഞ്ഞെന്റെ കുട്ടിയെ. ഗുഡ് മോർണിംഗ്. പായിപ്പാടാ. എന്തോ അനിയൻ കുട്ടൻ എത്തിയില്ലേ? ഇതുവരെ എത്തിയില്ലേ? വരുന്നെണ്ണ. എന്താ വിളിച്ചത്? എവിടെ പോയിരിക്കുന്നടാ കൊതുകെ? ചൂടല്ലേ. ഒരു കാര്യം ഞാൻ പ്രത്യേകം പറഞ്ഞേക്കാം. ഇനി എന്നെ കൊതുകെന്ന് വിളിച്ചാലുണ്ടല്ലോ. അങ്ങനെ വിളിക്കേണ്ട കാര്യമില്ലല്ലോ. എന്റെ ഭ്രാന്ത് മുഴുവൻ മാറിയില്ലേ? പട്ട് മാറിയിട്ടും കൊതുകെന്ന് വിളിച്ചാ എനിക്കത് ക്ഷീണമല്ലേ? ക്ഷീണം. ക്ഷീണമല്ല, ക്ഷീണം. ക്ഷീണം. നാക്ക് പഠിക്കണം. ശരി. എവിടെ പോന്നു? നാക്ക് പഠിക്കാൻ. വലിയ കാൾലൂസ് ആണെന്ന വിചാരം. അനുജിത, എനിക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ടേ. എന്നെ കൊണ്ടാവില്ല ഇങ്ങനെ ഇവിടെ വന്ന് കുറ്റിയടിച്ച് നിൽക്കാൻ. ഒന്ന് അകത്ത് വന്ന് കഴിച്ചിട്ട് പോയിക്കൂടെ? ഒരു ഓട്ടക്കാരൻ കുന്തം. ഒന്ന് ഇങ്ങോട്ട് വരുന്നുണ്ടോ? ഞാൻ വരുന്നില്ല. നീ വെറുതെ കുഞ്ഞിനെ ദേഷ്യം പിടിപ്പിക്കാൻ നോക്കരുത് കേട്ടോ. എത്ര നേരം വെച്ചാ ഇങ്ങനെ കാത്തു നിൽക്ക? ഇനി 5 അല്ലെങ്കിൽ 10 വരെ ഞാൻ എണ്ണും. അതിനകം വന്നില്ലെങ്കിൽ ഈ മുട്ടയും പാലും നാഗര സങ്കല്പിച്ച് ഈ നടക്ക് തന്നെ അഭിഷേകം ചെയ്യും. പുണ്യം കിട്ടുമല്ലോ. 1 2 3 4 5 6 7 7 8 8 9 10 എത്തി. என்ன அன்பு பாருண்ணா, எவ்வளவு நேரமா பாலும் முட்டையும் வச்சு வெயிட் பண்ணிட்டு இருக்கு. നിന്റെ തമിഴ് എന്നോട് വേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ക്ഷമിക്കണം. ക്ഷമിക്കണം എന്നല്ല, ക്ഷമിക്കണം. 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 പറ. പഴം പറ. പഴം. 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 വഴിന്ന് പറ. വേണ്ട 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 വേണ്ട. യാ രാ ലാ വാ ഷാ ഷാ സാ ഹ പറ. യാ രാ ലാ വാ ഷാ 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 ഷാ. ഈ മുട്ട കഴിച്ചിട്ട് പറഞ്ഞു നോക്കിയാൽ ശരിയാവുന്ന. ഗുഡ് മോർണിംഗ്. ഞാൻ ഈ മുട്ട ഇടാ പറഞ്ഞ. ഗുഡ് മോർണിംഗ് മുട്ട. എത്ര നേരമായിട്ട് ഞാൻ ഇവിടെ കാത്തു നിൽക്കാന്ന് അറിയോ? പാല് തണുത്തു, ചൂടാക്കണോ? നീ വെറുതെ ചൂടാകേണ്ട സുധു. ഞാൻ രാവിലെ തന്നെ ചൂടായി നിൽക്കുകയാണ്. നിനക്കറിയാമല്ലോ, നീ വലിയ സുദർശനാണെങ്കിലേ ഞാൻ അഗ്നിദേവനാണ്.
എന്നെ തൊട്ടാ പൊള്ളും. വേണേ തൊട്ടുനോക്ക്, പൊള്ളും. ഞാൻ വെറുതെ പാല് കുടിച്ചാൽ മതി, അകത്ത് കിടന്ന് തിളച്ചോളും. ആ അപ്പൊ അണ്ണയും മുട്ട ചുമ്മാ തിന്നാ മതിയല്ലോ, വയറ്റിൽ കിടന്ന് ആംപ്ലേറ്റ് ആയിക്കോളും. ഇവന് കുറച്ച് കൂടുന്നുണ്ട്. നീ ഇത് പറ. സുരലല്ല നാദൂം തൂം യോത്തര നൃത്യരതേ കൃതകുകുതോ കുകുതോ ഗടധാതിക താള കുതൂഹല ഗാനരതേ ദുഗുഗുദു ദുഃഖട ധിമി ധിമി ധദ്വനി ധീരമർദംഗനെ നാദരതേ. പറ. പറയടാ. രഘുപതി രാഘവ രാജാറാം പതിത പാവന സീതാറാം. ഓടല്ലേ? ഞാൻ ഈ മുട്ടയെ തറിയ നിന്നെ കൊല്ലുന്നത്. അവിടെ നിൽക്ക്. അവിടെ പിടി. കുഞ്ഞിനെ പിടി. നിൽക്ക്. അവിടെ നിൽക്ക്. എന്താ ഇതനിയം കുട്ടാ? മോനെ ഉവാവ് വരാതിരിക്കാൻ ഈ കൊച്ചു കവിളൊരു ഉമ്മ വന്നേ. ഉവാവ് വരാതിരിക്കണമെങ്കിൽ കറക്കം കുറയ്ക്കണം നിന്റെ. ഒരുമ്മയ്ക്ക് വേണ്ടിയാ ഞാൻ തല കുടിച്ചത്, അല്ല തലേ കയറാനല്ല. ഒറ്റ ഇടി വെച്ചെന്നാണ്ടല്ലോ. ആ എന്റെ സ്വഭാവം മാറ്റില്ലേ? കറങ്ങി നടക്കുന്ന പോലും. ഞാൻ കറങ്ങി നടന്നാലേ നമ്മുടെ മലയാള ശബ്ദം പത്രം ഇറങ്ങൂ. വിശ്വലക്ഷ്മി തമ്പുരാട്ടി. ഞാൻ കൈകാര്യം ചെയ്യുന്ന എന്റെ നാട് എന്ന കോളത്തിന്റെ റീഡർഷിപ്പ് എത്രയാണെന്ന് മുത്തശ്ശിക്ക് അറിയോ? അറിഞ്ഞു. ആ എനിക്കറിയാം. ആ പത്രങ്ങളിൽ വരുന്ന പ്രതികരണങ്ങൾ വായിക്കാറുണ്ടോ? ഞാൻ വായിക്കാറുണ്ട്. എന്റെ നാട് കോളം ശക്തമാവുന്നുണ്ട്, പൂർവാധികം ശക്തമാവുന്നുണ്ട്. കാര്യം പറയുന്നതിന്റെ ഇടയിലാണോ കാല് പിടിക്കുന്ന ഇഡിയറ്റ്? ഞാൻ മുത്തശ്ശിയുടെ കാല് പിടിക്കുന്ന അനിയൻ ചേട്ടൻ എന്താ വലിയ ആള്. മുത്തശ്ശി, ഈ ആഴ്ചത്തെ വനിതാ പങ്ക്തി എങ്ങനെയുണ്ട്? പോരാ. ഒരു വായനക്കാരന്റെ പ്രതികരണമാണ്. സ്ത്രീ വിമോചനത്തെ പറ്റി ഞാൻ എഴുതിയത് ഒരു നല്ല ലേഖനായിരുന്നില്ലേ മുത്തശ്ശി? അല്ല, ചോദിച്ചില്ല. വേറൊരു വായനക്കാരന്റെ പ്രതികരണമാണ്. ഒരു വായനക്കാരിയോട് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഈ പ്രതികരണം അറിഞ്ഞാ മതി. പോരാ മോളെ. മുത്തശ്ശി പോരാ മോളെ എന്നല്ല, തീരെ പോരാ മോളെ. വളരെ മോശം. എടി കാലുപിടുത്തക്കാരി, നീ ഈ എഴുത്തുപുര വീട്ടിലെ ഒരു അംഗമായി പോയതുകൊണ്ടും മരിച്ചുപോയ എന്റെ ഒരേ ഒരു അമ്മാവൻ ഗോദവർമ്മ തമ്പുരാന്റെ മകളായി പോയതുകൊണ്ടും ഈ പത്രത്തിന്റെ പത്രാധിപർ, അതായത് എന്റെ അച്ഛൻ, ആ ബന്ധത്തിൽ നിന്റെ അമ്മാവനായി പോയതുകൊണ്ടും മലയാള ശബ്ദം പത്രം നമ്മുടേതായി പോയതുകൊണ്ടും ആയതുകൊണ്ടും മാത്രമാണ് നിന്റെ ഈ ചവർ ആശയങ്ങളിൽ അച്ചടിച്ചു വരുന്നത്. മേലിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ സംഭവിക്കാതിരിക്കാനുള്ള സമ്പ്രദായങ്ങളിലേക്ക് കടക്കാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. നിന്റെ ഒരൊറ്റ ചവർ സാരം ഞാൻ ഇതിലെടുപ്പിക്കില്ല. അതിന് നിന്നെ ആരാ അപ്പോയിന്റ് ചെയ്തത്? പിന്നല്ലേ രാജിവെക്കുന്നത്? ആ അച്ഛാ, ഞാനിപ്പോ കുറെ നാളായിട്ട് ഇവക്ക് ഞാൻ എന്താ CM-ന്റെ പ്രസ് കോൺഫറൻസ് എപ്പോഴാ? ഉച്ചയ്ക്ക് 2 മണിക്ക്. അല്ലപ്പെട്ട അത് ജേക്കബ് അറ്റൻഡ് ചെയ്തു വെച്ചാ. ജേക്കബ് ഒന്നും അറ്റൻഡ് ചെയ്താ പോരാ, അത് നീ തന്നെ അറ്റൻഡ് ചെയ്യണം. ആ അനാവശ്യമായ ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം പറയാറില്ല. അനാവശ്യം അങ്ങേക്കല്ലേ തോന്നുന്നത്? ആവശ്യമാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു, ഈ നാട്ടിലെ ജനങ്ങൾക്ക് തോന്നുന്നു. ജനങ്ങളുടെ ആവശ്യം സർക്കാരിന്റെ കണ്ണിൽ അനാവശ്യമാകുന്നതാണ് അങ്ങയുടെ ഭരണത്തെ പറ്റിയുള്ള ഏറ്റവും വലിയ ആരോപണം. നിഷേധിക്കാൻ പറ്റുമോ? മിസ്റ്റർ രവിവർമ്മ വളരെ അജിറ്റേറ്റഡ് ആണല്ലോ. രവിവർമ്മ അല്ല, എന്റെ സൊസൈറ്റി ഈസ് അജിറ്റേറ്റഡ്. യു കനോട്ട് ജസ്റ്റ് സിംപ്ലി റൂൾ ഔട്ട് പബ്ലിക് ഒപ്പീനിയൻസ്. നമുക്ക് ഇവിടെ നിർത്താം അല്ലേ? ഒരു മുത്തശ്ശിയുടെ ആരോഗ്യമൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല. അച്ഛനെ അന്വേഷിച്ചായി പറയും. വരട്ടെ. ഓക്കെ. ഇതൊന്നും പ്രൊഫഷണലിസം അല്ലമ്മേ, ചീപ്നെസ്, ഓവർ സ്മാർട്ട്നെസ്. നീ അവനോടൊന്നും സംസാരിക്കണ്ട, ഞാൻ പറഞ്ഞോളാം. ചീഫ് മിനിസ്റ്റർ ആരാണെന്ന് അവന്റെ വിചാരം? പവർ പൊളിറ്റിക്സിന്റെ ടാക്ടിക്സ് മനസ്സിലാക്കി ഞാൻ ഓരോ ചുവടും മുന്നോട്ട് വെക്കുക. ആൻഡ് ദിസ് ഫോൾ ഈസ് ആക്ടിംഗ് അഗൈൻസ്റ്റ് മൈ അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊസീജിയർ. ഐ കാൻറ്റ് സ്റ്റാൻഡ് ദിസ്. കാലത്ത് വിവരമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണോ ഒരു കണ്ണാടി വെച്ച് വിവരം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്? ഒരു ബുദ്ധിജീവിയുടെ ഗമയ്ക്ക് വേണ്ടിയായിരിക്കും. അനിയൻ ചേട്ടാ, പ്രസ് കോൺഫറൻസ് പ്രശ്നമാക്കിയിരിക്ക. അപ്പച്ചിയും അപ്പേട്ടനും അതിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞ? ആരും എന്നോടൊന്നും പറയില്ല. നീ എന്താ വീട്ടിൽ പോകാതെ ഇവിടെ നിന്ന് കളഞ്ഞേ? എനിക്ക് മുത്തശ്ശിയുടെ കുറച്ച് റെഫറൻസ് ഒക്കെ ചോദിച്ചറിയാനുണ്ടായിരുന്നു. എന്താണ് മാഡം ടോപ്പിക്? ഞാൻ അഗ്നിദേവനെ കുറിച്ച് സ്റ്റഡി ചെയ്തോണ്ടിരിക്കുക. ഓഹോ, റെഫറൻസ് കൊടുത്ത് മുത്തശ്ശി ഉറക്കിയോ? ഇനി മുത്തശ്ശി ഉറങ്ങിയോന്ന്? ഇല്ലാന്ന്. ഇതെന്താ നാളെ പരീക്ഷ വല്ലതും ഉണ്ടോ ഇരുന്ന് പഠിക്കുന്നത്? നീ വല്ലതും കഴിച്ചോ? ആ ഞാൻ കഴിച്ചോളാം. ലൈറ്റ് അടിച്ചിട്ട് കിടന്ന് ഉറങ്ങാൻ നോക്ക്. കൊച്ചു പിള്ളേര് ഇങ്ങനെ ഉറക്കം അടക്കരുത്. അച്ഛൻ കഴിച്ചോ? അപ്പച്ചി അപ്പേട്ടനും കഴിച്ചു, അമ്മാവനും കഴിച്ചെന്നാ തോന്നുന്നോ? അദ്ദേഹം കഴിച്ചിട്ടില്ല. അച്ഛാ, അച്ഛൻ ഊണ് കഴിക്കണ്ടേ? ഉറങ്ങിപ്പോയി, ആരും വിളിച്ചില്ല. വന്നേ.
അമ്മാവൻ കഴിച്ചില്ല എന്ന് ഞാൻ അറിഞ്ഞില്ല. നീ അന്വേഷിച്ചില്ല. നീ സൊസൈറ്റി കൾച്ചറിലേക്ക് മാറുവാണോ സുധു? എന്തിനാ സ്പെക്സ് മാത്രമായി കളഞ്ഞ മുടിയും ബാബയിൽ ചൂണ്ടി ചായന്തേക്ക്? സൊസൈറ്റിക്ക് എന്താ കുഴപ്പം? ഭർത്താവിന്റെ കാര്യങ്ങൾ നോക്കാൻ സമയം കിട്ടാറില്ല, അത് തന്നെയാണ് കുഴപ്പം. ഭർത്താവിന് ആഹാരം വിളമ്പി കൊടുത്തിട്ട് നല്ല തറവാട്ടിലെ സ്ത്രീകൾ ആഹാരം കഴിക്കൂ. എന്റെ അമ്മ ഇപ്പൊ അത് ചെയ്യാറില്ല. നീ എന്നെ പഠിപ്പിക്കണ്ട. ആദ്യ ഭാവങ്ങളമ്മേ. പുന്നാര മോന്റെ MBA ഡിഗ്രിയും അമേരിക്കൻ ചിട്ടയും കണ്ട് അമ്മ നേളിക്കരുത്. മൈൻഡ് ചെയ്തിട്ട് തന്നെ പറയുന്നത്. അച്ഛന്റെ കാര്യങ്ങളുള്ള അവഗണന ഈ വീട്ടിലൊരു പതിവായിട്ടുണ്ട്. അച്ഛനോട് മിണ്ടാട്ടമില്ല. അച്ഛൻ ഈ വീട്ടിലുണ്ടോ ഇല്ലെന്ന് പോലും ആരും ശ്രദ്ധിക്കാറില്ല. ഞാൻ സഹിക്കില്ലത്. ഈ വീട്ടിൽ മുത്തശ്ശി കഴിഞ്ഞാൽ പിന്നെ അച്ഛനെ വലുത് അമ്മയല്ല. എന്താ ഇവിടെ ഷൗട്ടിങ്? എന്താ ഇവിടെ എന്താ കാര്യം? അച്ഛൻ ഇതുവരെ ഉണ്ടിട്ടില്ല. ആരും അത് തിരക്കിയില്ല. എല്ലാരും ഊണും കഴിഞ്ഞ് കൈയും കഴിയങ്ങ് പോയി. അതിന് ഉരുട്ടി കൊടുക്കേണ്ട പ്രായമല്ലോ അച്ഛന്. അത് തന്റെ MBA സംസ്കാര. That's your standard, idiot. നാശം. ആ ഇടയ്ക്ക് എടുത്ത് ഞാൻ കിണവർക്ക് തേങ്ങ അരയ്ക്കും. ഉറങ്ങാൻ നേരത്തെ ഒരു ദുന്തും ദുന്തും ദുന്തും. ഞാൻ അറിഞ്ഞില്ല അനിച്ചേട്ടാ. പ്ലീസ്, എനിക്കിതൊക്കെ പേടിയാ. ഇനി ഞാൻ എല്ലാം നോക്കി ചെയ്തോളാം. അനിച്ചേട്ടാ, അനിച്ചേട്ടാ. പോ. വാ വരാൻ. അണ്ണ, ഇതാണ് പരീത് സായിപ്പ്. ആരുടെങ്കിലും കൈ വെട്ടണോ 1000 രൂപ ഇങ്ങനെ കൊടുത്താൽ മതി. കാല് വെട്ടണമെങ്കിൽ 2000 രൂപ. എതിർക്കണവന്റെ ഒന്നും തല പോലും മിച്ചം കാണത്തില്ല. വിക്ടർ രാജ്,
ഇയാള് ഇപ്പോഴും അനിയൻ കുഞ്ഞെ. ആ ഹാൻഡിലോട്ട് കൈവയ്ക്കേ. കണ്ണൊക്കെ കുത്തി പൊട്ടിക്കാതെ ദേ. ഞാൻ ഇതിലോട്ടൊന്ന് തൂക്കിക്കോട്ടോ. ആ തോളത്തോട്ട് അത് തൂക്കിയിട്ട് ആ ഹാൻഡിലോട്ട് പിടിക്കേ. തോളി തൂക്കിയിട്ട് തിരിഞ്ഞിരുന്നാ മതി. മാരാരുടെ പ്രവേശ ഭംഗി. തലതിരിഞ്ഞവന്മാർക്ക് അങ്ങനെയൊക്കെ തോന്നും. ഞാനിത് ആദ്യമായിട്ടൊന്നും അല്ല കുഞ്ഞെ. അമ്പലപ്പുഴ ഉത്സവത്തിന് വിമാനത്തിന്റെ പുറത്തിരുന്ന് ഒരു പടം എടുത്തിട്ടുള്ളതാ. ആ വിമാനം അങ്ങ് ചതിലെടുത്തു പോയി. ആ സൂക്ഷിക്കണം. ഈ മാരാർ എവിടെ ഇരുന്നാലും തുരുമ്പെടുക്കും. അതാ പ്രമാണം. അനിയൻ ചേട്ടാ, യമഹക്കാർ പുതിയൊരു മോഡൽ ഇറക്കിയിട്ടുണ്ട്. 37,250 രൂപയേ ഉള്ളൂ. എക്സ്ട്രാകളൊന്നും ഇല്ലാതെ. ഞാനൊരെണ്ണം വാങ്ങിക്കോട്ടെ? വേണ്ട. അതെന്താ? എന്റെ അമ്മ ഇവിടുത്തെ അടുക്കളക്കാരി ആയിരുന്നോണ്ടാണോ ഞങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കുന്നത്? മോനെ കുഞ്ചു, ഈ ചെറുപ്രായത്തിലെ ഈ കമ്മ്യൂണിസ്റ്റ് ഒരു ഭാരമല്ലയോ? അനിയൻ ചേട്ടാ, അപ്പേട്ടനോട് ഒന്ന് പറ പ്ലീസ്. ഞാനും അങ്ങേരുമായിട്ടുള്ള ഇരിപ്പ് വശം ഇന്നലെ രാത്രി കൃത്യം 10:15 മണിക്ക് തെറ്റി. ഒഴിവാക്കണമെങ്കിൽ അതങ്ങ് പറഞ്ഞാൽ മതി. അതാ ഞാൻ പറഞ്ഞു വരുന്നത്. എനിക്കിപ്പോ ചെയ്യാവുന്ന നീ ബൈക്കിലോട്ട് കയറിയിരിക്കാൻ നല്ലൊരു പടം എടുത്തുതരാം. മാരാരെ അതേ കയറി ഒട്ടിയിരിക്കാ താഴോട്ടിറങ്ങ്. ഇയാൾ ചത്തോ? ഇപ്പൊ തന്നെ എന്റെ എടുത്തേനെ. ചേക്കുട്ടി, സുദർശന എന്ന് വെച്ചാ എന്താ മീനിങ്? നല്ല കാഴ്ചയുള്ള കുട്ടിന്നാണോ അതോ കാണാൻ കൊള്ളാവുന്ന കുട്ടിന്നാണോ? രണ്ടും ആയിക്കോട്ടെ, അതല്ലേ നല്ലത്. രണ്ടും എനിക്ക് ചേരില്ലല്ലോ എന്ന് ആലോചിക്കായിരുന്നു. ആര് പറഞ്ഞു? എന്റെ കണ്ണടയും കൂടെ വെച്ച് കഴിഞ്ഞപ്പോ സ്മാർട്ട് ലുക്കിംഗ് ഇന്റലിജന്റ് ഗേൾ ആയിരിക്കുന്നു. താങ്ക് യു. ഇനി കല്യാണം കൂടെ കഴിക്കേ വേണ്ടു. ജയശ്രീക്ക് ഒരു കല്യാണ ആലോചന നടക്കുന്നില്ലേ? ആലോചന നടക്കുന്നുണ്ട്. വീട്ടിലല്ല, എന്റെയും ഡോക്ടർ മധുവിന്റെയും മനസ്സിൽ. മധുവിനെ താൻ കണ്ടിട്ടുണ്ട്. വിഷമം തോന്നരുത്, അത് നടക്കില്ല. ജയശ്രീക്ക് തീരെ പ്രതീക്ഷിക്കാത്ത വേറൊരു മാരേജാ നടക്കുകയാണെങ്കിൽ ഇതേ നടക്കൂ, അല്ലെങ്കിൽ വേറൊന്നും ഉണ്ടാവില്ല. എങ്കിൽ ഞാൻ എന്റെ സ്റ്റേറ്റ്മെന്റ് പിൻവലിച്ചു. ഹാരൻ ഇൻട്യൂഷൻ താനായതുകൊണ്ട് ഞാൻ തുറന്നു പറഞ്ഞു. എഴുത്തുപുരയിലെ അല്ലേ താൻ? ഇൻട്യൂഷനും ഫാന്റസിയും ഒക്കെ മുത്തശ്ശിയുടെ പാരമ്പര്യ സ്വത്തായിരിക്കും. Is she all right? She's just fine. ഇന്നും പോയിരിക്കുക വേറൊരു സ്വീകരണത്തിന്. അകത്തേക്ക് കയറിയിരിക്കാം. വേണ്ട, ഞങ്ങൾ ഇവിടെ നിന്നോളാം. അത് ഉള്ളില് നല്ല കാറ്റുണ്ടെന്ന. ഏത് നല്ല കാറ്റുണ്ട്? ഉള്ളി കാറ്റല്ല, നിന്റെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. പെൺപിള്ളേരുടെ ഇടയിൽ കൂടെ പറന്ന് നടക്കാനുണ്ടാ പൊതുവെ. അയ്യേ, ഞാനാ ടൈപ്പല്ല. പിന്നെ നീ ടൈപ്പാ? ഞാൻ പെണ്ണുങ്ങളുടെ മുഖത്ത് പോലും എന്നെ തെറ്റിച്ച്. ശരി, പോട്ടെ. നിങ്ങളെല്ലാം എന്റെ പേരക്കിടാങ്ങളാ. പ്രസംഗിക്കാനൊന്നും എനിക്കറിയില്ല, പെറുപെറുക്കാനേ അറിയൂ. അതും എന്നോട് തന്നെ പെറുപെറുക്കാൻ. അത് തന്നെയാ എന്റെ കവിതകളും. ഇപ്പോ ഇവിടെ ഇരുന്ന് നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കുമ്പോ എനിക്ക് തോന്നുന്നത് ഉഷസന്ധ്യയോട് സായം സന്ധ്യ എന്തോ പെറുപെറുക്കയാണെന്നാ. ഇവിടെ ഞാനും നിങ്ങളും കവയത്രിയും ആസ്വാദകരുമല്ല, ഒരു കാവ്യം തന്നെയാ. മുത്തശ്ശി ഒരു കവിത ചൊല്ലണം. ഇത് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. ഓർമ്മക്കുറവുണ്ട്. 4 വരി മതി മുത്തശ്ശി. അനിയൻകുട്ടാ. അണ്ണനെ മൈക്ക് വിളിക്കുന്നു. മൈക്കല്ലടാ, മുത്തശ്ശി. ഞാനും കൂടെ വരട്ടെ? എന്തിന്? പെണ്ണുങ്ങളുടെ കോളല്ലേ അണ്ണ, ഒറ്റയ്ക്ക് പോകുന്നത് റിസ്ക് അല്ലേ? എനിക്ക് യാതൊരു പേടിയില്ല. ഞാനും കൂടെ പറഞ്ഞ വാ. മോനെ, കുട്ടിയോള് കവിത ചൊല്ലണോന്ന് പറയണു. എനിക്കൊന്നും ഓർമ്മയില്ല. ഏതാ ഇപ്പൊ ചൊല്ലുക? ഓർമ്മക്കൂട്ടിലെ ഒറ്റക്കിളി. വരികൾ എങ്ങനെയാ? അക്ഷര നക്ഷത്രം കോർത്ത ജപമാലയും കയ്യിലേന്തി അഗ്നി സ്ഫുടം ചെയ്തെടുത്ത മനസ്സാം ശംഖമോദി. എന്നെ കൊണ്ടാവില്ല കുട്ടി, നീ തന്നെ ചൊല്ലുമോ? ഞാനോ? ഇത്രയും പെൺകുട്ടികളുടെ മുമ്പ് വെച്ചോ? ഇവൻ ഭംഗിയായി ചൊല്ലും എന്റെ കവിത. നല്ല മുത്തശ്ശിയാ. ഈ അടിക്കുള്ള കൊതു കൂടെ ഉണ്ടോ മുറിയ? തുടങ്ങി അവൻ മുറിയ. അടിച്ചുകൊല്ലാൻ കൊതുകല്ലാതെ ചോര ഊറ്റി കൊടുക്കുന്ന വേറൊരു ജന്തുണ്ട് ഇവിടെ. ഒന്ന് മുറുക്കുന്നോ പോറ്റിക്കുഞ്ഞെ? ആ തിരുവാ നടച്ചു കിട്ടാനാ. അതെ, അവനവന്റെ വായിലോട്ട് ചുരുട്ടി മടക്കിയിട്ട് അങ്ങ് ചവച്ചോണ്ടാ മതി.
മുരുകന് മുറുക്കണോ? മുരുകനെ മുറുക്കണം. കൊതുകടി തുടങ്ങി. തന്റെ ഇടയ്ക്കലിട്ട് നക്കിനക്കെന്ന് അടിക്കണ പോലെ. ദാ മുരുക, നീ ആകെ എത്ര കൊല്ലം ഭ്രാന്താശുപത്രി കടന്നിട്ടുണ്ട്? നല്ല ഓർമ്മയില് 5 വർഷം. എന്നിട്ട് നാഗരൂരിലുള്ള നിന്റെ വീട്ടിൽ നിന്ന് ആരും വന്നില്ലേ നിന്നെ കൊണ്ടുപോകാൻ? പോറ്റി, ഒരു തവണ വട്ട് വന്ന പിന്നെ നാട്ടുകാർക്കും വീട്ടുകാർക്കും എന്നും അവൻ വട്ടനാ. ഒരിക്കല് ആശുപത്രിയിൽ മന്ത്രി വന്നപ്പോ ഇവിടത്തെ അണ്ണനും കൂടി വന്നിരുന്നു ഫോട്ടോ എടുക്കാൻ. നമ്മുടെ അനിയൻകുട്ട അണ്ണൻ എന്നെ കണ്ടപ്പോ ഒരു സിമ്പതി. കൂടെ വരുന്നോന്ന് ചോദിച്ചു. റെഡി എന്ന് ഞാനും പറഞ്ഞു. മോട്ടോർ സൈക്കിളിൽ കയറി ഒറ്റ വരവ്. ഇവിടെ വന്നതും ഒരു സൈക്കിളും ഒരു പത്രക്കെട്ടും എടുത്ത് തന്നു. അങ്ങനെ ഞാൻ ഏജന്റായി. വൈ മുരുകൻ, മലയാള ശബ്ദം ഏജന്റ്. എന്തായിരുന്നു നിന്റെ അസുഖം? ജലദോഷവും വയറ്റിളക്കവും. ഭ്രാന്താശുപത്രി കിടന്നുകൊണ്ട് രോഗം എന്തും ചോദിക്കുന്ന ജന്തു. അല്ല പോറ്റി, മാരാര് ചോദിക്കുന്നതിൽ ഒരു വലിയ കാര്യമുണ്ട്. ഭ്രാന്തിൽ പല വെറൈറ്റി ഉണ്ട്. എവിടെ നോക്കിയാലും കൊതുക്. അതായിരുന്നു എന്റെ ഭ്രാന്ത്. പക്ഷെ ഇപ്പൊ അതെല്ലാം മാറി. പുലിക്കൊതു. മുരുകൻ പറഞ്ഞത് ശരിയാ, കംപ്ലീറ്റ് മാറി. എന്താ? ആഫ്രിക്കൻ പുലിക്കൊതു. ആഫ്രിക്കൻ മങ്കി. പരീതുമാരുടെ പടനിലങ്ങൾ. ഇക്കടെ പടമുണ്ടോ? ആരാണടാ ഇതൊക്കെ എഴുതുന്നത്? ഹലോ, മലയാളം ശബ്ദം. എന്റെ പേര് രവിവർമ്മ. ഞാനാ തന്നെ കുറിച്ച് പത്രത്തിൽ എഴുതിയത്. ഓഫീസിൽ ഫോൺ ചെയ്ത് താൻ വിരട്ടിയെന്ന് കേട്ടു. എന്റെ കൈ ഒടിക്കുന്നോ കാലൊടിക്കുന്നോ ഒക്കെ പറഞ്ഞ്. അതാണ് നമ്മുടെ തൊഴില്. എഴുത്താ എന്റെ തൊഴില്. ഞാൻ എഴുതണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത് ഞാനാ, അല്ല തെരുവിൽ കിടക്കുന്ന പരീത് വരണ്ട. കത്തി കയ്യിന്ന് പോകുമ്പോ അള്ളാഹുവിനെ വിളിച്ചിട്ട് കാര്യമില്ലടാ. കുത്തിയാ കുത്തുകൊള്ളും. അത്രേ ഉള്ളു. ഇതൊക്കെ കുത്തുന്നില്ല. അതെന്റെ തൊഴിലല്ല. എഴുത്താ എന്റെ തൊഴില്. അതെങ്ങനെ ചെയ്യണമെന്ന് എനിക്കറിയാം. നാട്ടുകാരുടെ ചോര ഊറ്റി കുടിച്ച് വീർക്കുന്ന നാട്ടുപ്രമാണിമാരുടെ നക്കാപ്പിച്ചയ്ക്ക് വേണ്ടി നടന്നായിരുന്നു. ആ നാറികൾക്ക് വേണ്ടി കൊള്ളിയൊപ്പം കൊലയും നടത്തുന്ന നീയാണോടാ അള്ളാഹുവിനെ വിളിക്കുന്നത്? നീ വിളിച്ച അള്ളാഹു കേൾക്കില്ല. എന്റെ അക്ഷരങ്ങളുണ്ടോടാ അള്ളാഹു. ഇതൊക്കെ നിർത്തി 5 നേരം നിസ്കരിച്ചിരുന്ന അള്ളാഹുവിനെ വിളി. അള്ളാഹു വിളിയേക്കും. മരീതുമാരുടെ പടനിലങ്ങള്. You are a journalist, not a street fighter. അപ്പേട്ടൻ ഈ കാര്യം മുത്തശ്ശിയുടെ മുമ്പിൽ ഊതി പെരുപ്പിക്കൊന്നും വേണ്ട. മുത്തശ്ശി, കൊല്ലാൻ വരുന്ന പരീതിനോട് ഞാൻ എഴുത്തുപുര വീട്ടിലേതാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? എന്റെ നാട് പോലൊരു കോളം കൈകാര്യം ചെയ്യുന്ന ഒരു ജേർണലിസ്റ്റിന് ഇത്തരം സംഭവങ്ങളൊക്കെ നേരിടേണ്ടി വരും. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാ ക്യാമറയും തൂക്കിയിട്ട് അലിഞ്ഞു തിരിഞ്ഞറിഞ്ഞ ഇത്രയും റീഡർഷിപ്പ് ഉള്ള ഒരു കോളം ഞാൻ കൈകാര്യം ചെയ്യുന്നത്. നീ ആ കോളം കൈകാര്യം ചെയ്യണ്ട. അത് പത്രാധിപരായ നമ്മുടെ അച്ഛൻ തീരുമാനിച്ചോളും. എനിക്ക് പുറത്തിറങ്ങി നടക്കണം.
അതെന്റെ പുറത്ത് ചവിട്ടിക്കൊണ്ട് വേണ്ടാന്നേ. എന്തിനാ മക്കളെ നിങ്ങൾ ഇങ്ങനെ വഴക്കിടുന്നത്? ജേർണലിസത്തിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ള എത്രയോ പേരുണ്ട് നമ്മുടെ പത്രത്തിൽ. മുത്തശ്ശിയുടെ കാലയുടെ ഭാഷ അറിയാമെന്ന് എഴുത്തുപുറ മുറ്റത്ത് പറയാം, ഒരു സ്ഥാപനത്തിൽ പറയാൻ പറ്റില്ല. വാട്ട് ഈസ് ദിസ് ബേസിക് ക്വാളിഫിക്കേഷൻ? അക്ഷരശുദ്ധി, ആത്മാർത്ഥത, നട്ടല്ലും. എന്താ ജീവി എഴുത്തുവരെ പണിപ്പുരയിലാണോ? മഹാഭാരത അല്ല, രാമായണം. ബെസ്റ്റ്. നിനക്ക് പുതിയ ഒരു തൂലികാ നാമം തരാം, എഴുത്തുപുര ജീവി. സുധു, വേഗം വന്നേ. ദാ വരണു. ഇന്നലെ ലീവ് ആപ്ലിക്കേഷൻ എഴുതി കൊടുത്തില്ല എന്ന് പറഞ്ഞ് MD തമ്പുരാൻ വാളും കുളിക്ക് നിപ്പുണ്ട്. കുഞ്ഞുച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വരണേ, നല്ല പുഴമീൻ കിട്ടിയിട്ടുണ്ട്. എന്റെ അമ്മായിയായിട്ടാണോ അതോ എഴുത്തുപുര വീട്ടിലെ എക്സ് അടുക്കളക്കാരിയായിട്ടാണോ ഈ വിളി? കുഞ്ഞ് എത്ര കളിയാക്കിയാലും ഞാൻ അവിടുത്തെ അടുക്കളക്കാരി തന്നെയാ. അമ്മായി അടുക്കളക്കാരിയായിട്ട് നിന്നാ മറ്റുള്ളവരും അങ്ങനെ കാണൂ. വല്യമ്പ്രാട്ടി ഒരിക്കലും എന്നെ അങ്ങനെ കണ്ടിട്ടില്ല. ചെയ്ത തെറ്റിന് കുഞ്ഞിന്റെ അമ്മാവൻ തമ്പുരാനെ കൊണ്ട് എന്റെ കഴുത്ത് താലി കെട്ടിച്ചില്ലേ, ആ സ്നേഹം വലുതാ കുഞ്ഞേ. അതൊക്കെ ഒരുപാട് പറഞ്ഞ് ചെറുതാക്കണ്ട. ഞാൻ മുത്തശ്ശിയുടെ കാര്യമല്ല പറഞ്ഞ്. എന്റെ അമ്മ പാർവതി തമ്പുരാട്ടിക്ക് വലിയ കനവല്ലേ അമ്മായിയെ കാണുമ്പോ? ഓപ്പോസിറ്റ് ശക്തിയുള്ള ഒരു നാത്തൂൻ ഇല്ലാത്തത് കൊണ്ടാണ് എന്റെ അമ്മ നടക്കുമ്പോ എഴുത്തുപുര വീട് കിടന്ന് കുലുങ്ങുന്നത്. ചെറിയമ്പ്രാട്ടി പാവോ കുഞ്ഞേ. എടാ, നീ എന്റെ പേന എടുത്തോ. എനിക്കാരുടെയും പേന ആവശ്യമില്ല. എനിക്ക് സ്വന്തമായ ഒരു പേനയുണ്ട്, ഒരു ശൈലിയും. ഒറ്റ അടി വെച്ചെന്നുണ്ടല്ലോ മനുഷ്യനെ പോലെ സംസാരിക്കടാ. പൊടിയും വളർത്തി അടക്കായവൻ. ഇതൊക്കെ ഒന്ന് വെട്ടിക്ക് അമ്മായി. രാമോട്ടൊന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ടോ? ഇന്നേ വരെ ഈ മുറ്റത്ത് മുദ്രാവാക്യവും സത്യാഗ്രഹവും ഒന്നും ആരും നടത്തിയിട്ടില്ല. എന്റെ മോളുടെ കല്യാണ ഫോട്ടോ അച്ചടിച്ചു വന്നില്ലെങ്കിൽ അതിന്റെ കുറവ് ഞാനങ്ങ് സഹിച്ചോളാം. ഇവിടെ രാമേട്ടന്റെ നിസ്സാരമായ കല്യാണ ഫോട്ടോ ഒന്നും അല്ല പ്രശ്നം. ഇത് മാനേജ്മെന്റ് പുതിയ മൂരാച്ചിനെ നടപ്പിലാക്കുന്നതിന്റെ സൂചനയാ. അത് മുളയിലെ നുള്ളയില്ലെങ്കിൽ ആപത്താ. വാസുവട്ട മേനോ അദ്ദേഹത്തെ കാണാൻ പോയിരിക്കല്ലേ, അതിനുമുമ്പ് എന്തിനാ ഈ സമരം എങ്കിലാവുളിയൊക്കെ? പോറ്റി താനവരുടെ മേൽശാന്തിയോ കീഴ്ശാന്തിയോ ആയിരിക്കാം. ഇവിടുത്തെ പ്രൂഫ് റീഡർ ആണെങ്കിൽ തൊഴിലാളികളോട് നിൽക്കണം. രാമൻ നായർക്ക് പരാതിയൊന്നുമില്ല സാർ. ഞാൻ സ്പേസ് പോലും മാർക്ക് ചെയ്ത് കൊടുത്താണല്ലോ വരരെ. എഴുത്തുപുര വീടും ഈ പത്രത്തിന്റെ പാരമ്പര്യവും ഒന്നും മനസ്സിലാക്കാത്ത ചെറുപ്പക്കാരാ ഈ മുദ്രാവാക്യം വിളിക്കുന്നേ. ജേക്കബേ, ഇന്നലെ ഡെസ്കിൽ ആരായിരുന്നു? ഞാനായിരുന്നു സാർ. രാമൻ നായരുടെ മകളുടെ വെഡിങ് മാറ്റർ എങ്ങനെയാ മിസ്സായത്? സാർ അത് കൊടുക്കണ്ടെന്ന് ആര് പറഞ്ഞു? ആര് പറഞ്ഞെന്ന്? വി വിൽ ഹാവ് ടു ഫേസ് ഇറ്റ് മാഡം. ഇതുപോലെ കുറെ പണിമുടക്കുകൾ കണ്ടിട്ടുള്ളവനാ ഞാൻ. എല്ലാം പുല്ല് പോലെ പൊട്ടിച്ച് കൈ കൊടുത്തിട്ടുണ്ട്. ഈ മാറ്റർ പ്രിന്റ് ചെയ്യണ്ടെന്ന് ആരാ തീരുമാനിച്ചത്? 15,000 രൂപയുടെ സ്പേസ് കളഞ്ഞ് ഇത്തരം സൗജന്യങ്ങൾ ഇനിയും നമ്മുടെ പത്രത്തിൽ ചെയ്യേണ്ട കാര്യമില്ല. ഞാനും അനന്തരാമനും ആലോചിച്ച ആ മാറ്റർ അവോയ്ഡ് ചെയ്ത്. ഈ മാറ്ററിന്റെ വില നിനക്ക് മനസ്സിലാവില്ല. ഇന്നലെ വരെ 15,000 രൂപയേക്കാൾ വലുതായിരുന്നു ഇവിടെ തൊഴിലാളികളും മാനേജ്മെന്റും തമ്മിലുള്ള ബന്ധം. ഒരു സ്റ്റാഫിന്റെ മകളുടെ കല്യാണ അനൗൺസ്മെന്റ് നമ്മുടെ പത്രത്തിൽ അച്ചടിച്ചു വരിക എന്നുള്ളത് ഇതുവരെ തെറ്റാത്ത കീഴ്വഴക്കമാണ്. പിന്നെ ഞാൻ ഫിക്സ് ചെയ്ത മാറ്റർ എന്നെ അറിയിക്കാതെ മാറ്റാൻ കാരണം? എക്സ്ക്യൂസ് മീ സാർ, പത്രാധിപര് ന്യൂസിന്റെ എഡിറ്റോറിയലിന്റെയും കാര്യം മാത്രം ശ്രദ്ധിച്ചാ പോരെ? പരസ്യത്തിന്റെ ചാർജ് എനിക്കല്ലേ സാർ? ഈ പത്രത്തിന്റെ പാരമ്പര്യം തെറ്റിച്ച് പരസ്യം അച്ചടിക്കാൻ തനിക്ക് ആരോട് അധികാരം തന്നത്? അച്ഛാ, ഹീസ് അവർ അഡ്വർടൈസ്മെന്റ് മാനേജർ. നോ, ഹി ഈസ് യുവർ മാനേജർ. നിന്റെ വിവരക്കേട് മാനേജ് ചെയ്യാൻ നീ ബോംബെയിൽ നിന്നും കെട്ടി എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന സഫാരി കോലം. ഡോ പരസ്യ കോമാളി, താൻ മാനേജ് ചെയ്ത് കുത്തുവാളടിപ്പിച്ച കമ്പനികളുടെ മുഴുവൻ ലിസ്റ്റ് എന്റെ കയ്യിലുണ്ട്. അത് ഇവിടെ നടക്കില്ല. ഇവിടെ അടങ്ങി ഒതുങ്ങി മര്യാദയ്ക്കിരുന്ന് ജോലി ചെയ്തോണം, മനസ്സിലായോ? ഇത് ഇത്ര വലിയ ഇഷ്യൂ ഒന്നും ആക്കേണ്ട കാര്യമില്ല. ഇഷ്യൂ ആയി കഴിഞ്ഞു. എന്റെ അച്ഛൻ കൊടുത്ത മാറ്റർ എടുത്തുകളെ നീ ആരാടാ ചെറ്റ്? അനിയൻകുട്ടാ, അമ്മ മിണ്ടായിരുന്നോണം. അമ്മയ്ക്ക് ഭരിക്കാൻ ഈ വിമൻസ് ക്ലബ് ഒന്നുമല്ല. ധർമ്മക്കഞ്ഞി വിളമ്പുന്ന അമ്മയുടെ ഫോട്ടോ എടുത്ത് മാറ്റിയിട്ട് രാമേട്ടന്റെ മോടെ കല്യാണ ഫോട്ടോ പ്രിന്റ് ചെയ്യായിരുന്നല്ലോ മാനേജിംഗ് ഡയറക്ടറെ. Shut up! This is my office. You are only a sub-editor. Mind it. പോടോ പുങ്ങൻ തമ്പുരാനെ. ഈ കസലിലിരുന്ന് കറങ്ങി ലോകം കാണാൻ താഴെ ഇറങ്ങിച്ച് നോക്ക്. നമ്മുടെ പത്രത്തിന് വേണ്ടി വർഷങ്ങളായി ജോലി ചെയ്തവരാ ഇപ്പൊ മനസ്സ് വേണിച്ച് മാറിയിരിക്കുന്നത്. തന്റെ ഒടുക്കത്തെ MBA മാനേജ്മെന്റ് കപ്പാസിറ്റി കേൾക്കുന്നില്ലേ? മലയാള ശബ്ദം മുടങ്ങി. മിന്നൽ പണിമുടക്ക്. എന്താണോ? എന്റെ കല്യാണമാണ്. അത് ഞാൻ തോണം. സാറ് വരണം. ഒന്ന് ചീഞ്ഞ് മറ്റൊന്നിന് വളമാവുമെന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. എന്താ
മലയാള ശബ്ദം പത്രം ചീഞ്ഞ് നമ്മുടെ പത്രത്തിന് വളമായി. ഇനി വെച്ചടി കേട്ടവാ. അച്ചടി കുറെ കൂടെ ശ്രദ്ധിക്കണം. വളം മാത്രം വന്നോണ്ട് കാര്യമായില്ലേ. താൻ രാവിലെ തൊട്ട് തുടങ്ങിയതായി ചൊറിയുന്ന വർത്താനം. താൻ കണ്ടോ ഞാൻ എങ്കിലും വിളിക്കുന്നത്? വിളിച്ചില്ലെങ്കിലും വിളിച്ചവരുടെ കൂടെ നിന്നു, അതും സമരമാ. ആണ്ട അടുത്ത ആള്. എടാ ഏജന്റ്, ഇനി കൊതുകിനെ അടിച്ചോണ്ട് ഇവിടെങ്ങാനും കൂടിക്കോ. ഞാൻ പത്രോഫീസിൽ നിന്ന് വരിക. എല്ലാരും അവിടെ കൂടി നിപ്പുണ്ട്. സമരം ഒന്ന് ഒത്തീർപ്പാവണ്ണ. മഹാനായ MD മുകളിലിരിപ്പുണ്ട്. അദ്ദേഹത്തോട് പോയി ചോദിക്കാം. രാമവർമ്മ ഹിയർ. ഗുഡ് മോർണിംഗ് സർ. ഏയ് നത്തിങ്. ഒരു പവർ ഫെയിലിയർ. ഫ്യൂസ് മാറ്റിട്ടാ മതി. ഐ കൻ മാനേജ്. ഓർഗനൈസ്ഡ് ഒന്നുമല്ല, ഒരു ഇമോഷണൽ കമോഷൻ. എനിക്കിതൊരു നല്ല അവസരമായിട്ടാണ് തോന്നുന്നത്. ഒരു ഫിൽട്രേഷൻ ആവശ്യമാണ്. കുറെ കരടുകളുണ്ട് നമ്മുടെ പത്രത്തിൽ, എടുത്തു കളയണം. കൈ ഇങ്ങനെ കൈ റെഡി. പെൻഷൻ പറ്റിയിട്ടും ഓരോരുത്തരെ പിടിച്ചു വെച്ചിരിക്കല്ലേ. എല്ലാത്തിനും പിടിച്ചു വിടണം, എന്നാലേ പഠിക്കൂ. പിന്നെ നീ അച്ചടി ചേർക്കൂ മലയാള ശബ്ദം. MB എന്ന 3 അക്ഷരം തരുത്തിയിട്ടാ പത്രം ആവില്ല മോനെ. അത് പറഞ്ഞ് മനസ്സിലാക്ക്. സംസ്കാരം, സ്നേഹം, കാരുണ്യം ഇതൊന്നും വില കൊടുത്ത് വാങ്ങാൻ പറ്റുന്ന ഡിഗ്രികളല്ല. അമ്മ ഇന്നലെ വാസേട്ടനെ രാമേട്ടനെ നേർക്ക് കയർത്തില്ലേ? അതിന് പകരം അവരോട് നല്ല വാക്ക് പറയായിരുന്നില്ലേ? പണിമുടക്കി നിൽക്കുന്നവർക്ക് പായസം വിളമ്പാൻ എന്നെ കിട്ടില്ല. The desert air resounds the call of heart-struck lion's rage. The cloud puts forth its മുത്തശ്ശി. deluge. വാസേട്ടൻ നമസ്കാരം. എന്താ വാര്യരെ, ഞങ്ങളോടൊക്കെ പിണങ്ങിയോ? അങ്ങനെയൊന്നും പറയരുത്. നിങ്ങളെ എങ്ങോട്ട് വിളിപ്പിച്ചത് മാപ്പ് പറയാനാ. മാപ്പ് പറയേണ്ടത് ഞങ്ങളാ. പിടിച്ചു നിർത്താൻ ഞാനും രാമൻ നായരും ഒക്കെ ആവുന്നത് നോക്കി. ചെറുപ്പക്കാരല്ലേ, അവരുടെ ചോരത്തിളപ്പ് കൊണ്ട് പറ്റിപ്പോയതാ. എല്ലാം തീർന്നു. ഇപ്പോ എല്ലാവർക്കും മനസ്താപമുണ്ട്. വാര്യരോട് പാർവതി കയർത്ത് സംസാരിച്ചു അല്ലേ? അങ്ങനെയൊന്നും പറഞ്ഞില്ല. അല്ലെങ്കിലും എനിക്കറിയരുതോ ആ ചുണ്ടി. ദേഷ്യം വന്നാൽ സ്വാതന്ത്ര്യം ഉള്ളവരോടല്ലേ കയർക്കാൻ പറ്റൂ. ക്ഷമിക്ക, ഒന്നും മനസ്സിലൊരു കരടായി കിടക്കണ്ട. രാമനായരെ, മകളുടെ കല്യാണ ഫോട്ടോയും വാർത്തയും നാളത്തെ പത്രത്തിലുണ്ടാവും. അതൊന്നും വേണ്ടായേ, ഇപ്പൊ തന്നെ മനസ്സ് നിറഞ്ഞു. പായ്പാടാ, എന്തോ ഇന്ന് എല്ലാവർക്കും ഒരു സദ്യവട്ടം തന്നെ ആയിക്കോട്ടെ. രാമേട്ടൻ പോയി എല്ലാവരും വിളിച്ചോണ്ടിരൂ. ഉച്ചയ്ക്ക് ഊണ് വിടുന്നാവാം. ഓ താൻ കുടിച്ചല്ലേ. റെഡിക്കുലസ്. തിന്നോ സമരക്കാരെ എച്ചെന്ന് നിയമിച്ച് നീ എന്നോട് ഇങ്ങുരാവ് കാണിക്കല്ലേ മോളെ. പശുവിന് കോണായല്ലോ. തന്നെ കേഴണ്ട. അച്ഛൻ അനിയൻ കുട്ടനെ കയറൂരി വിട്ടിരിക്കാണോ? കയറൂരി വിടാൻ അവൻ നാൽക്കാലിയൊന്നും അല്ലല്ലോ. എന്താ സംഗതി? എന്റെ നാട് കോളം നമ്മുടെ പത്രത്തിൽ വേണോ വേണ്ടെന്ന് ആലോചിക്കണം. ആലോചിച്ചിട്ടാണല്ലോ അങ്ങനെ ഒരു പങ്കി തുടങ്ങിയത്. അവനത് ഭംഗിയായി കൈകാര്യം ചെയ്യുന്നുണ്ട്. എന്ത് ഭംഗിയെന്ന് അച്ഛൻ പറയുന്നത്? ഇപ്പോൾ എന്റെ ഹെൽത്ത് മിനിസ്റ്റർ വിളിച്ചിരുന്നു. ആശുപത്രിയുടെ മുമ്പിൽ പൊടിയും പന്തലൊക്കെ ആയി ഒരു നേഴ്സിനെ സസ്പെൻഡ് ചെയ്തു. അനീതിയുള്ളിടത്ത് കലാപം ഉണ്ടാവണം, അല്ലെങ്കിൽ അവിടെ കത്തിച്ചാമ്പലാവണം. അതിനുള്ള തീ അവന്റെ അക്ഷരങ്ങൾക്കുണ്ട്. സത്യം വദ ധർമ്മം ചര. അവൻ അതാ ചെയ്യുന്നത്. അതിന്റെ പൊരുൾ നിനക്ക് മനസ്സിലാവില്ല. നീ നിൽക്കുന്നത് എവിടെയാണെങ്കിലും ശ്വസിക്കുന്നത് അമേരിക്കൻ വായുവാ. നീ നിന്റെ കാര്യം നോക്കിയാൽ മതി, അവൻ അവന്റെ കാര്യം നോക്കിയോളും കേട്ടോ. നിങ്ങൾ എങ്ങോട്ടാ? അറേഞ്ച് മാരേജ്, ലവ് മാരേജ്. പെമ്പിള്ളാരുടെ ചർച്ചയുണ്ട്. എവിടാ മോഡറേറ്റർ, ഞാൻ ഫോട്ടോഗ്രാഫർ. ബെന്നി എവിടാ സുധു? വെന്യൂ എവിടെ വെച്ചാ? കോളേജ് ഹാളിൽ ആ, വെച്ചാ അവിടെ. പറ്റി. നമുക്കൂടെ അങ്ങോട്ട് പോയാലോ മിസ്സസ് മേനോൻ? വേണ്ട, നിങ്ങൾക്ക് 3 പേർക്ക് ആ പ്രായം കഴിഞ്ഞല്ലയോ. അറേഞ്ച് മാരേജ്, ലവ് മാരേജ്. ഇപ്പോ ഡൈവേഴ്സിന്റെ വക്കത്തല്ലയോ. നമുക്ക് വിവാഹ മോചനത്തെ കുറിച്ച് വിമൻസ് ക്ലബ്ബിൽ വെച്ചൊരു ചർച്ച സംഘടിപ്പിക്കാം. ഇവള് മോഡറേറ്റർ, ഞാൻ ഫോട്ടോഗ്രാഫർ. ചീട്ടുകളി എത്ര മണി വരെ പോവും അമ്മേ? യോ അല്ല മമ്മി. സുദർശന് എപ്പോഴും അനിയൻകുട്ടിന്റെ കൂടെ സഞ്ചാരം അല്ലേ? അതെ അതെ, പ്രായമായെന്നൊരു ചിന്തയില്ല രണ്ടുപേർക്കും. പോവാം. Arranged marriage
or love marriage. മാരേജ് എന്ന ചടങ്ങിന്റെ ആവശ്യം എന്താണ്? എ ക്രിമിനൽ വേസ്റ്റേജ്, സെലക്ഷൻ ഓഫ് എ പാർട്ട്ണർ. പ്രായപൂർത്തിയായ ഏതൊരു പെൺകുട്ടിക്കും അവകാശപ്പെട്ടതാണ് അവൾക്ക് ഇഷ്ടപ്പെട്ട പുരുഷന്റെ കൂടെ ജീവിക്കുക എന്നത്. അങ്ങനെ ജീവിക്കുന്നതിന് ഒരു ലീഗൽ സാങ്ക്ടിറ്റി വേണ്ടേ? എന്ത് ലീഗൽ സാങ്ക്ടിറ്റി? പരസ്പര വിശ്വാസത്തിന്റെ വിശുദ്ധിയാണ് കുടുംബജീവിതത്തിന്റെ സാങ്ക്ടിറ്റി എന്ന് പറയുന്നത്. നിങ്ങൾ രണ്ടുപേരും പറയുന്ന അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നു. പക്ഷേ വിവാഹപ്രായമെത്തിയ എല്ലാ പെൺകുട്ടികളുടെയും മനസ്സ് ഒരുപോലെയാണ് എന്ന അഭിപ്രായത്തോട് എനിക്ക് വിയോജിപ്പുണ്ട്. ഇപ്പോ എന്റെ കാര്യം പറയുകയാണെങ്കിൽ കുടുംബ പശ്ചാത്തലം ഒരു വലിയ ഘടകമാണ്. എഴുത്തുപുര വീട്ടിലെ പൂമുഖത്താണ് എന്റെ സങ്കല്പത്തിലെ ഭർത്താവ്. എഴുത്തുകാരൻ ഭർത്താവ്, ചന്ദനത്തിന്റെ മണമുള്ള ഭർത്താവ്, എണ്ണക്കറുപ്പിലെ കർപ്പൂര ദീപം എനിക്ക് ശേഷം മാത്രം തൊഴാൻ കാത്തു നിൽക്കുന്ന ഭർത്താവ്. എന്റെ പരിഭവങ്ങളെ എന്താ പറയാ, കൊഞ്ചിച്ച് കൊഞ്ചിച്ച് ഇല്ലാതാക്കി ഒരിക്കലും മടുക്കാത്ത യവനമായി എന്നും ഉറക്കരയിൽ എന്നെ അനുവാദമില്ലാതെ കെട്ടിപ്പിടിക്കുന്ന ഭർത്താവ്. വർമ്മ സാർ, ഞാൻ സാറിന്റെ ഒരു വെൽവിഷറാണെന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. അനന്തരാമൻ കള്ളു കുടിക്കാൻ ഒരു വിഷയം ഉണ്ടാക്കാണോ? പറയണമെന്ന് തോന്നുന്ന കാര്യങ്ങൾ അപ്പ പറയാന്നുള്ളതാണ് എന്റെ ഒരു സ്വഭാവം. സ്വഭാവത്തിൽ മാറ്റം വരുത്തണ്ട, പറഞ്ഞോളൂ. ഒന്ന് കല്യാണം കഴിച്ചാലോ? കഴിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ബോംബെയിലെ ഭാര്യ മിസസ് നയന അനന്തരാമനെ എന്ത് ചെയ്യും? എന്റെ കാര്യമല്ല പറഞ്ഞത്, സാറിന്റെ കാര്യ. ഞായറാഴ്ച ആയതുകൊണ്ടാണോ ഡൊമസ്റ്റിക് വിഷയങ്ങളിലേക്ക് കിടക്കുന്നത്? സീരിയസ് ആയിട്ട് പറയാ, ഒരു മാരേജ് പ്രപ്പോസൽ. ഒരു കാൽക്കുലേഷനും ഇല്ലാതെ ഏതെങ്കിലും ഒരു പ്രപ്പോസൽ ഞാൻ ഇതുവരെ സാറിന് മുമ്പ് വെച്ചിട്ടുണ്ടോ? കേൾക്കട്ടെ, ഏതാ കുട്ടി? സുദർശന. യെസ്. ഏയ് താനിത് അതൊന്നും ശരിയല്ല. ഇക്കാര്യത്തിൽ മറ്റു നിർബന്ധങ്ങളൊന്നും ഇല്ലെങ്കിൽ ശരിയാവണം. അവർക്കും നമ്മുടെ പത്രത്തിൽ ഷെയർ ഉള്ളതാണല്ലോ. അത് അന്യാധീനപ്പെട്ടു പോകേണ്ട കാര്യമില്ലല്ലോ. അത് ശരിയാവില്ല. അതെന്താ സാർ അങ്ങനെ പറയുന്നത്? അവൾക്ക് എന്നോട് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടാവാൻ വഴിയില്ല. അനിയനുമായിട്ടുള്ള അടുപ്പം കൊണ്ടല്ലേ? അതുകൊണ്ട് തന്നെയാ ഞാൻ ഈ പ്രൊപ്പോസൽ വെച്ചത്. വർമ്മ സാർ ഒന്നും മനസ്സിലാക്കണം. 2 സഹോദരന്മാരുള്ള എഴുത്തുപുര വീട്ടിൽ 2 പേർക്കും ഒരുപോലെ അവകാശപ്പെട്ട ഒരു പത്രവും ഒരു മുറപ്പെണ്ണും. രണ്ടും ഒരാളുടെ കയ്യിൽ തന്നെ നിൽക്കണം. അയാൾക്കേ പവറുള്ളൂ. പക്ഷേ സുദർശനയും അനിയൻകുട്ടനും തമ്മിൽ എനിക്ക് ക്ലിയർ അല്ല. ഇതുവരെ ലൈൻ ക്ലിയർ ആയിട്ടില്ല. ക്ലിയർ ആയേക്കും. ആ ഫീല് കിട്ടിയത് കൊണ്ടാണ് ഞാൻ ഈ മുന്നറിയിപ്പ് തരുന്നത്. എല്ലാത്തിനും ഒരു ടൈമിംഗ് ഉണ്ട് സാർ. എ മൈൽ നോക്ക് അറ്റ് ദ റൈറ്റ് ടൈം, ദ ഡോർ വിൽ ബി ഓപ്പൺ ഫോർ യു. എന്നും പവർ വർമ്മ സാറിന്റെ കയ്യിൽ തന്നെ ഇരിക്കും. ചേട്ടാ ഒന്ന് ഇങ്ങോട്ട് നോക്ക്, കുറച്ചും കൂടി. ആ റെഡി, ബെസ്റ്റ്. സുധു, ഞാൻ ഈ അഗ്നിദേവനെ പറ്റി വായിച്ചു. അപ്പൊ അതിലെ സുദർശന നല്ല പത്തര മാറ്റുള്ള തങ്ക കട്ടി പോലുള്ള സുദർശന. പുരാണങ്ങളിലെ കിരീടവും നെറ്റിപ്പട്ടവും ഒക്കെ ഉള്ള സുദർശന. നീയല്ല, നിന്റെ തലയില് കിരീടം വെച്ച കാലിപ്പെട്ടിയുടെ മുകളിൽ സൂട്ട് കേസ് വെച്ച പോലെ ഇരിക്കും. അപ്പൊ ഈ സുദർശനയുടെ കാമുകനായിരുന്നു അഗ്നിദേവൻ. അപ്പൊ ഡ്യൂപ്ലിക്കേറ്റ് സുദർശനായ നിനക്കും വേണമെങ്കിൽ ഒരു കാമുകനാകാമല്ലോ എന്ന് ഞാൻ ആലോചിച്ചോണ്ടിരിക്കായിരുന്നു. അയ്യടാ, എനിക്ക് ഈ കാമുകനും പ്രേമവും ഐ ലവ് യു എന്നും എനിക്കിതൊന്നും ഇഷ്ടല്ല. ഓഹോ, പിന്നെ നീ നിന്റെ സങ്കല്പത്തിലെ ഭർത്താവ് എണ്ണക്കറപ്പനാണെന്നോ അവന്റെ തലവഴി എണ്ണ ഒഴിച്ച് കുളിപ്പിക്കണം എന്നൊക്കെ വലിയ വാചം അടിക്കുന്നതായിട്ടല്ലോ പെമ്പിളാടുത്ത് ഇന്നലെ. അത് വാചകടി, ചർച്ചയല്ലേ? ഉയ്യോ, ചർച്ചയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. ഇന്നലെ ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടുവിട്ടിട്ട് തിരിച്ചു ചെന്നപ്പോ എല്ലാരും കിടന്ന് ഉറക്കമായി. മേശപ്പുറത്ത് കഞ്ഞിയും വയറും കുന്തമൊക്കെ വെച്ചിട്ടുണ്ട്. ഞാനതെല്ലാം കൂടെ കലക്കി കുടിച്ചിട്ട് പാത്രം കഴുകി ഷെൽഫി വെച്ചു. എല്ലാം ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്തത്. ഒരാളില്ല അവിടെ, ഞാൻ തനിച്ചേ ഉള്ളൂ. പാവം ഞാൻ. എന്നിട്ട് ഞാൻ കിടന്ന് ഉറക്കമായില്ല. എന്താ ഞാന് ലൈറ്റ് ഓഫ് ചെയ്തില്ലേ? അതാ ഈ പറഞ്ഞു വരുന്നത്. ലൈറ്റ് ഓഫ് ചെയ്തപ്പോഴാ പ്രശ്നം. കണ്ണടച്ചു കാണും. ഇല്ല, കണ്ണടച്ചു പോലും കാണത്തില്ലെന്നാ തോന്നുന്നത്. ചുമ്മാ ഓരോരുത്തർ ഇങ്ങോട്ട് കയറി ചോദിക്കല്ലേ, ഇയാൾ എന്താ ഇങ്ങനെ ചുമ്മാ കിടന്നുറങ്ങിയാ മതിയോ? പ്രേമിക്കൊന്നും വേണ്ടായോ? അനിയൻ കുട്ടാ പ്രേമിക്കണ്ടേ, അനിയൻ ചേട്ടാ പ്രേമിക്കണ്ടേ എന്ന് പറഞ്ഞ വലിയ ബഹളം. എന്താ ഇങ്ങനെ? അറിയില്ലേ, വട്ട്.
ഇതിനു മുമ്പ് എനിക്കിങ്ങനെ ഉണ്ടായിട്ടേ ഇല്ല. മാറ്റിയെടുക്കണമല്ലോ. അതിനിപ്പോ എന്താ ഒരു വഴി? പെണ്ണ് കെട്ടണം. എനിക്ക് ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. എനിക്ക് പരിചയമില്ലാത്ത പെണ്ണുങ്ങളെ കെട്ടുക എന്ന് വെച്ചാൽ ഭയങ്കര പ്രയാസമുള്ള കാര്യമാണ്. ഇപ്പോ നിന്റെ കാര്യം തന്നെ ഞാൻ പറയാം. നീ ഇപ്പൊ നമ്മുടെ അടുത്ത വീട്ടിലെ ആനക്കാരന്റെ മോളോ, തയ്യൽ ടീച്ചറോ, അല്ലെങ്കിൽ ടൈപ്പോ, ഇനി പാരലൽ കോളേജ് തോറ്റ് കിടക്കുന്ന പെണ്ണാണെങ്കിൽ പോലും മുടിഞ്ഞു പോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ കയറി കെട്ടിയേനെ. അടുത്തറിയാമല്ലോ. അനിയൻ ചേട്ടൻ ഇപ്പൊ തന്നെ കെട്ടണമെങ്കിൽ ഞാൻ നല്ലൊരു പെൺകുട്ടി അന്വേഷിച്ച് മുത്തശ്ശിയുമായി വിശദമായ ഒരു ചർച്ച നടത്തി തീരുമാനം അറിയിക്കാം. വേണ്ട, നിന്റെ ചർച്ച വെറും വാചകമടി ആയതുകൊണ്ട് മുത്തശ്ശിയുമായി ഞാൻ വിശദമായ ഒരു ചർച്ച നടത്തി വളരെ സ്ട്രോങ് ആയ ഒരു തീരുമാനം നിന്നെ അറിയിക്കാം. അതുവരെ ഞാൻ ലൈറ്റ് ഓഫ് ചെയ്ത് കിടന്നോളാം. നീ കണ്ണടച്ചു കിടന്നോ. കേറ. എന്നാ നിന്നെ സ്വനഗ്രാഹി. എന്താ ഇത് അനിയൻകുട്ടാ? ഇത് കോട്ടുവായിടുന്ന മഹാകവിയത്രി. ഉറക്കം വരുന്നുണ്ടോ? ഇല്ല. ഇതങ്ങോട്ട് പിടിച്ചേ. കൈവിട്ട് കളയരുത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മുത്തശ്ശിയോട് പറയാൻ പോവാണ്. ഇടയ്ക്കിടയ്ക്ക് കോട്ടുവായിട്ട് മാറ്ററിന്റെ സീരിയസ്നെസ് കളയരുത്. ഒരു കല്യാണക്കാര്യ പറയൂ. നമ്മുടെ പുതുവിനെ ഒരു രസികൻ ആലോചന. രസികൻ എന്ന് പറഞ്ഞ ബെസ്റ്റ് ആലോചന. ബെസ്റ്റ് എന്ന് പറഞ്ഞ ദ ബെസ്റ്റ് ആലോചന. ഒക്കെ ഞാൻ അറിഞ്ഞു കുട്ടി. അറിഞ്ഞോ? എങ്ങനെ അറിഞ്ഞു മുത്തശ്ശി? അവള് പറഞ്ഞു. അവൾ ഇങ്ങനത്തെ കാര്യം പറയോ? പാർവതി പറഞ്ഞു. അമ്മയുടെ അടുത്ത് വരെ എത്തിയോ ഈ കാര്യം? ആ അപ്പൻ നേരിട്ട് പറയായിരുന്നു. അപ്പേട്ടൻ നിനക്ക് വിശ്വസിക്കാൻ പറ്റണില്ല അല്ലേ? നമ്മുടെ സുധുവിനെ അവൻ ഇഷ്ടപ്പെടുക എന്ന് വെച്ചാ ഞാൻ ഇക്കാര്യം എങ്ങനെ അവനോട് പറയുമെന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു. അവളെ എന്നെ ഏൽപ്പിച്ചിട്ടാ എന്റെ മോൻ പോയത്. അവന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. എന്റെയും. വിഷ്ണുമായി രക്ഷിച്ചു. നീ എന്താ ആലോചിക്കണേ? ഒന്നുമില്ല. എനിക്ക് ആദ്യം ഇത് മുത്തശ്ശിയോട് പറയാൻ പറ്റിയില്ലല്ലോ എന്ന് ആലോചിക്കായിരുന്നു. ഒരുപാട് താമസിച്ചു. ഞാൻ കിടക്കട്ടെ. മോനെ ക്യാമറ. അനിയൻകുട്ടാ, എന്താ അമ്മായി? എന്തിനാ വിളിപ്പിച്ചേ? എനിക്ക് ഒരു കൂട്ടം പറയാനുണ്ട്. ആ കുഞ്ഞിരിക്ക്. വേണ്ട. എന്താ ഉണ്ടായേ? വല്യമ്പുരാട്ടി ഇന്നലെ എന്നെ വിളിപ്പിച്ച് സുധുവിന് ഏട്ട കുഞ്ഞിനെ കൊണ്ട് കെട്ടിക്കണമെന്ന് പറഞ്ഞു. കുഞ്ഞിന്റെ അമ്മാവന്റെയും വലിയ ആഗ്രഹമായിരുന്നു അത്. എനിക്കത് പറയാനുള്ള യോഗ്യതയും അവകാശമുണ്ടോ? കുഞ്ഞ് വിളക്കിൽ തിരി താഴ്ത്തുന്നത് പോലെ എല്ലാം മനസ്സിലൊതുക്കി കഴിയുമ്പോഴാ ഇന്നലെ വല്യമ്പുരാട്ടി വിളിച്ചത് പറഞ്ഞത്. അത് നല്ല കാര്യമല്ലേ അമ്മായി? അപ്പൊ കരയാ വേണ്ട? അവള് സമ്മതിക്കുന്നില്ല കുഞ്ഞ്. എന്താ കാര്യം? അവൾക്ക് താല്പര്യമില്ലത്രേ. കുഞ്ഞ് അവളെ പറഞ്ഞൊന്ന് സമ്മതിപ്പിക്കണം. കുഞ്ഞ് പറഞ്ഞാലേ അവള് കേൾക്കൂ. അത് ഞാൻ പറയാം. പിന്നെന്താ? അവളോടെ വിളിക്കുക. ഞാൻ പറഞ്ഞേക്കാം. സ്നേഹമുള്ള തൊഴിലാളി സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എന്നെ വിനീതമായ നമസ്കാരം. അണ്ണനത് അറിഞ്ഞു കാണില്ല. ഇവിടെ വന്നപ്പോഴാ എല്ലാരും അറിയുന്നത്.
ഞാൻ വന്നപ്പോ അനന്തരാമൻ സാർ 4-5 പേരെ കൊണ്ട് കസേര പെറുക്കിടിക്കുന്നു. എന്തേലും തന്നു ഒരെണ്ണം കൊണ്ടിടാൻ. ഈ സ്ഥാപനത്തിൽ നിന്നും പെൻഷൻ പറ്റി വളരെ കാലമായിട്ടും ഈ സ്ഥാപനത്തിൽ തന്നെ എന്താ ഇവിടെ മീറ്റിംഗ്? പ്രവർത്തിച്ച നമ്മുടെ വാസുവിനെ പറഞ്ഞേക്കാൻ പോവുക. ഞാൻ ഇവിടെ രേഖപ്പെടുത്തട്ടെ. എല്ലാവിധ ആനുകൂല്യങ്ങളും നൽകിയാണ് അദ്ദേഹത്തെ യാത്രയാക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലതുപോലെ അറിയാവുന്ന ശ്രീ വാസുദേവ വാര്യരെ കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയേണ്ടതില്ലല്ലോ. അദ്ദേഹത്തിന് ഞാൻ സർവ്വമംഗളങ്ങളും നേരുന്നു. നമ്മുടെ വകയായി ഈ ഉപഹാരം സ്വീകരിക്കുവാൻ ഞാൻ ശ്രീ വാസുദേവ വാര്യരെ ക്ഷണിക്കുന്നു. അമ്മ കൊടുത്തേക്കും. വേണ്ട, നീ കൊടുത്താ മതി. ശ്രീ വാസുദേവ വാര്യർ നമ്മളോട് 2 വാക്ക് സംസാരിക്കും. തീർത്ഥാടനത്തിനാണെങ്കിൽ പോലും എന്നേക്കുമായി തറവാട് വിട്ടിറങ്ങേണ്ടി വരുമ്പോ ഏത് യോഗിയുടെയും മനസ്സൊന്ന് പിടയ്ക്കും. ആ പിടപ്പ് ഞാനിപ്പോഴനുഭവിക്കുകയാണ്. ഒന്നും പറയാൻ കഴിയുന്നില്ല. എനിക്കാരോടും പരിഭവമില്ല. എല്ലാവരും നന്നായിരിക്കണം. പ്രായമായ അച്ഛൻ, മരിച്ചു കിട്ടണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മരുന്ന് കൊടുക്കുന്ന മകൻ പരിഷ്കാര ലോകത്തിന്റെ പ്രാക്ടിക്കൽ പ്രതിനിധിയാണ്. നല്ല മനുഷ്യർക്ക് പരിഷ്കാരമല്ല, സംസ്കാരമാണ് വലുത്. ഈ കെട്ടിടത്തിൽ നിന്ന് വാസുവേട്ടൻ പോകുന്നുള്ളൂ. എന്റെ മനസ്സിൽ നിന്ന് വാസുവേട്ടനെ ഞാൻ ഒരിക്കലും പറഞ്ഞയക്കില്ല. കുഞ്ഞെ, ഭാര്യർക്കും മടുത്തിട്ടുണ്ടാവും. പൊയ്ക്കോട്ടെ. എന്നാലും നിനക്ക് എന്നോടൊന്ന് ചോദിക്കായിരുന്നില്ലേ കുട്ടിയെ? മാന്യായിട്ട് മുത്തശ്ശിയാളെ പറഞ്ഞു വിട്ടത്. അതെ, ചെയ്ത തെറ്റിന്റെ കൂടെ മാന്യമായിട്ട് എന്നൊരു വാക്ക് ചേർത്താൽ തെറ്റ് തെറ്റല്ലാതാവില്ല. മാന്യമായിട്ട് ഡിസ്മിസ് ചെയ്യുക, മാന്യമായിട്ട് മുഖത്ത് വെക്കുക, മാന്യമായിട്ട് കഴുത്തിറക്കുക. മുത്തശ്ശന്റെ പാരമ്പര്യത്തെ ഒരു ഉണക്ക വിളക്ക് കൊടുത്ത് താൻ പറഞ്ഞു വിട്ടത്. ഇപ്പൊ മുത്തശ്ശി അനിയൻകുട്ട എന്ന് വിളിക്കും. വിളിക്കണ്ട, ഞാൻ നിർത്തി. മാന്യമായിട്ട് നിർത്തി. രൂപയായി. വിത്ത് എക്സ്ട്രാ ഫിറ്റിംഗ്സ്. ഒരൊറ്റ ചെക്കിൽ എഴുതി തള്ളി അപ്പേട്ടൻ. തരാൻ മനസ്സും കൂടി വേണേ. സൂക്ഷിച്ചോടിക്കണം. വാ. ചേച്ചി എങ്ങോട്ടാ? ഇനി തൊട്ട് ചേച്ചിയെ ഞാൻ കൊണ്ടുപോവുകയും കൊണ്ടുവരികയും ചെയ്താൽ മതി എന്ന് അപ്പേട്ടൻ പറഞ്ഞിട്ടുണ്ട്. വേണ്ട വേണ്ട, അങ്ങോട്ട് കയറിയാൽ മതി. ചേച്ചി, ഒരു ജനത സ്വയം താഴാൻ ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് വേലിതന്റെ വിളവ് തിന്നുന്ന ഈ ഭരണാഭാസം പിഴുതെറിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. എഴുതി കഴിഞ്ഞോ? സർ, ടൈറ്റിൽ എഴുതിക്കോ. നിയമസഭയും ഭരണാഭാസവും. നേരത്തെ എഴുതുന്ന എഡിറ്റോറിയൽ മാറ്റി ഇത് കമ്പോസ് ചെയ്തേക്ക്. വനം വകുപ്പ് മന്ത്രിയെയും ഹെൽത്ത് മിനിസ്റ്ററെയും ഡയറക്റ്റായി അറ്റാക്ക് ചെയ്തിരിക്കുക. ജേക്കബേ. സർ, നേരത്തെ കമ്പോസ് ചെയ്ത എഡിറ്റോറിയൽ തന്നെ കൊടുത്താൽ മതി. ഡെസ്കിലുള്ള മറ്റാരും അറിയണ്ട. സർ. എന്റെ അച്ഛന്റെ അഭിമാനത്തെ തൊട്ട് കളിക്കാൻ ഒരുത്തരും ഞാൻ സമ്മതിക്കില്ല. ഞാൻ പറയുന്ന കേക്ക്. അച്ഛൻ എഴുതി കൊടുത്ത എഡിറ്റോറിയൽ അല്ല ഇന്നത്തെ പത്രത്തിൽ വന്നത്. നീ ഒന്ന് ക്ഷമിക്കണ്ട. മുഖത്തടിക്കാമായിരുന്നില്ലെന്ന് അച്ഛൻ ചോദിച്ചു. എന്നോടല്ല, ഈ എഴുത്തുപുരയോട്. എനിക്കറിയണം ആരെ എഡിറ്റോറിയൽ മാറ്റിയത്. മന്ത്രിമാർ മാത്രമല്ല, അധികാര സ്ഥാനത്തുള്ള പലരും ഈ വീടുമായി ആത്മബന്ധമുള്ളവരാണ്. അവരെ അവഹേളിക്കുകയും ശത്രുക്കളാക്കുകയും ചെയ്യുന്ന അനാവശ്യമായ പത്രധർമ്മത്തിന് കൂട്ടുനിൽക്കാൻ തൽക്കാലം സാധ്യമല്ല. നിന്റെ അച്ഛന്റെ ഫ്രസ്ട്രേഷൻസ് കുത്തിക്കുറിക്കാനുള്ളതല്ല മലയാള ശബ്ദത്തിന്റെ എഡിറ്റോറിയൽ. അച്ഛന്റെ ഫ്രസ്ട്രേഷൻസോ? അച്ഛന്റെ ഏറ്റവും വലിയ ഫ്രസ്ട്രേഷനാണ് അമ്മ. എന്നെ കൊണ്ടൊന്നും പറയിക്കില്ലേ? പറയടാ, പറ. പ്രായം മറയ്ക്കാൻ അമ്മ തേച്ച് അടക്കുന്ന ഈ സൊസൈറ്റി ചായം പൂശാൻ കെ മേനോനെ കിട്ടില്ല. റമ്മി കളിച്ച് പരദൂഷണ പാർട്ടികളിൽ കോമാളി വേഷം കെട്ടുന്ന ഭർത്താവ് ഗോഷ്ഠയല്ല എന്റെ അച്ഛൻ. ആ ഒരൊറ്റ കുറവിലല്ലേ അമ്മ അച്ഛനെ നെഗ്ലക്ട് ചെയ്യുന്നത്? ചെയ്തോ. പക്ഷെ എന്റെ അച്ഛന്റെ അക്ഷരങ്ങളെ നെഗ്ലക്ട് ചെയ്താൽ. അനിയൻകുട്ടാ, ഒഫീഷ്യലായിട്ട് തന്നെ ആയിക്കോട്ടെ. ഇതാ എന്റെ റെസിഗ്നേഷൻ ലെറ്റർ.
ആപ്ലിക്കേഷൻ ഫാറം പൂരിപ്പിച്ചു കൊടുത്തല്ല ഞാൻ മലയാള ശബ്ദത്തിന്റെ പത്രാധിപരായത്. നിന്റെ അമ്മയെയും മലയാള ശബ്ദത്തെയും ഒന്നിച്ച ഈ അക്ഷരത്തിന്റെ ദേവി എന്നെ ഏൽപ്പിച്ചത്. മതിയായി അമ്മേ, നമ്മുടെ പത്രമാഫീസിൽ ഒരു പുരാവസ്തുവായിരിക്കാൻ KK മേനോന് വയ്യ. ഇതാ വാങ്ങിക്കേ. അച്ഛാ, അപ്പേട്ടനൊരു വിവരക്കേട് കാണിച്ചു എന്ന് വെച്ച് പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കരുത്. പെട്ടെന്നെടുത്ത തീരുമാനമല്ല മോനെ, ദിവസങ്ങളായി ഞാനിത് ചിന്തിച്ചു തുടങ്ങിയിട്ട്. മുത്തശ്ശി ഒന്ന് പറ. ഞാനൊന്നും പറയില്ല. മേനോൻ എനിക്കറിയാം. അച്ഛാ പ്ലീസ് അച്ഛാ, ഒന്ന് പറയടോ അച്ഛനോട്. ഇത് വീട്ടുകാരെയല്ല, ഓഫീസുകാരെയാ. എനിക്കൊന്നും പറയാനില്ല. എന്തിനായിരുന്നു ഈ നാടകമൊക്കെ? മക്കൾ തന്നോളം വളരുമ്പോ കോംപ്ലക്സ് ഉണ്ടായിട്ട് കാര്യമില്ല. ഹൈഹീൽഡ് ചെരുപ്പിട്ട് നടക്കാൻ തുടങ്ങിയപ്പോഴാണല്ലോ നിനക്ക് എന്നേക്കാൾ പൊക്കം വെച്ചു എന്ന് തോന്നി തുടങ്ങിയത്. അതുപോലെ ഒരു കോംപ്ലക്സ് മാത്രമാണ് അവന്റെ വളർച്ചയും. തന്നോളമായ മകനെ താനെന്ന് വിളിക്കാം, സാറേ എന്ന് വിളിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. നിന്റെ കൈകൊണ്ട് തന്നെ ആയിക്കോട്ടെ എന്റെ രാജിയും. വാങ്ങിക്ക. അസുഖം മാറിയെന്ന് ആരാ പറഞ്ഞത്? കണ്ടില്ലേ കൊതുക് കത്തിച്ചു വെച്ചേക്കുന്നത്. അതെ, കൊതുക് ചത്ത് വീഴാതെ നോക്കിക്കോണേ. നിറയെ ചക്കര പോട്ടിട്ട് എന്നാ കുറച്ച് അവലും മലരും തേങ്ങയും കൂടെ സംഘടിപ്പിച്ച വന്ന സ്ഥിതിക്ക് ഒരു ഗണപതി ഹോമം നടത്തിയെങ്കിലും പോവാ. കളിയാക്കണ്ട. തന്റെ ഗണപതി ഹോമത്തിന്റെ ഗുണം കൊണ്ടാ മേനോ സാറിന് രാജിവെച്ചത്. അച്ഛനിരുന്ന കസേരയിൽ അപ്പേട്ടൻ കയറിയിരിക്കുന്നു. മാനേജിംഗ് എഡിറ്റർ. ഇരിക്കാനല്ലേ പറ്റൂ, എഴുതാൻ പറ്റില്ലല്ലോ. മേനോ സാറ് എന്റെ കേരള പത്രത്തിന്റെ ചീഫ് എഡിറ്റർ ആവണം. എഡിറ്റോറിയൽ മാത്രം മതി. ഇവിടെ ഇരുന്ന് എഴുതി തന്നാ മതി. മലയാള ശബ്ദം എനിക്കൊരു പത്രം മാത്രമല്ല, എന്റെ തറവാട് കൂടിയാണ്. അറിയാം. തറവാട്ടിൽ നിന്ന് അങ്ങനെ ആരും പൊറുതി മാറില്ലല്ലോ. ഇനി ഞാൻ മറ്റൊരു പത്രത്തിൽ ജോലി ചെയ്യുന്ന പ്രശ്നമില്ല. വല്ലതും എഴുതിത്തരാം, അതേ എനിക്ക് പറ്റൂ. ഇതൊന്നും വേണ്ടിയിരുന്നില്ല അപ്പച്ചി. എനിക്കിതൊന്നും ഇഷ്ടമല്ല. നീ നിന്റെ കാര്യം മാത്രം ചിന്തിച്ചാ പോരല്ലോ, അപ്പന്റെ സ്റ്റാറ്റസ് കൂടെ നോക്കണം. അതൊക്കെ കഴുത്തി കിടക്കട്ടെ, എന്തിനാ ഊരി മാറ്റുന്നത്? പെൺകുട്ടികളുടെ ആഭരണം അവരുടെ സ്വഭാവം തന്നെയാ. അപ്പച്ചി, കല്യാണക്കുറി അടിച്ചോ? ഇന്ന് അടിച്ചു കിട്ടും. നിന്റെ വിവാഹം നടത്തിയ പോലെ വിഷ്ണുമായയുടെ മുമ്പിൽ ഇവൾക്കും പന്തലിടാം. നിയമസഭയും ഭരണാഭാസവും. മലയാള ശബ്ദത്തിന് വേണ്ടി ഞാൻ എഴുതിയ എഡിറ്റോറിയല. അത് അതിൽ അച്ചടിച്ച് വന്നില്ല. ഞാൻ എഴുതിയതൊന്നും ഇന്ന് വരെ അച്ചടിക്കാതെ വന്നിട്ടില്ല. വർക്കിയുടെ കേരള പത്രത്തിൽ അച്ചടിച്ചു വരണമെന്നായിരിക്കും. ആയിക്കോട്ടെ, ഞങ്ങൾക്കിത് മഹാഭാഗ്യമാണ്. മിസ്റ്റർ വർക്കി, നിങ്ങളുടെ പത്രത്തിന്റെ ഡിസ്കഷനും ബിസിനസ്സും ഒക്കെ നിങ്ങളുടെ ഓഫീസിൽ വെച്ച് ആയിക്കോണം. അമ്മേ, എന്താ അമ്മയ്ക്ക്? അച്ഛനും മോനും കൂടെ എന്നെ തോൽപ്പിക്കാൻ നോക്കുകയല്ലേ? നീ കാര്യം മനസ്സിലാക്കാനാണ് സംസാരിക്കുന്നത്. എനിക്കെല്ലാം മനസ്സിലായി. ഈ വീട്ടിൽ 2 പത്രം ഓഫീസ് പറ്റില്ല, ഞാൻ സമ്മതിക്കില്ല. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. വരട്ടെ സാർ. ഈ വീട്ടിൽ നിന്ന് ഞാൻ മാറിത്തരണമെന്ന് പറയാൻ ഇതിൽ കൂടുതൽ നല്ല ഭാഷ ഇല്ല, അല്ലേ മോനെ? ബുക്കിൽ നോക്കിയിരുന്ന നിനക്ക് എന്നെ കാണാതിരിക്കാനേ പറ്റൂ. എനിക്ക് നിന്നെ കാണാം. ഈ അകൽച്ച ഈ വീട്ടിൽ താമസിച്ചുകൊണ്ട് വേണ്ട എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാ മാറുന്നത്. ധർമ്മക്കഞ്ഞി കുടിച്ച് കഴിയേണ്ട പ്രായം എനിക്കായിട്ടില്ല. അറിഞ്ഞോ അറിയാതെയോ നീ എന്നോട് കാണിക്കുന്ന ഈ നിഷേധം, ഇത് സഹിച്ചിവിടെ കഴിയാനുള്ള വിശാല ഹൃദയമൊന്നും എനിക്കില്ല. മാറിയിരുന്ന് സ്വസ്ഥമായിട്ട് എഴുതാൻ ഞാനൊരു വീടെടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് 30 കിലോമീറ്ററേ ഉള്ളൂ. എപ്പോ വേണമെങ്കിലും വരാം. എനിക്ക് എഴുതണം. എഴുതാനേ എനിക്കറിയൂ. എഴുതാപ്പുറം വായിക്കാൻ എനിക്കറിയില്ല. മേനോൻ ഇറങ്ങല്ലേ? ആഹാരത്തിന്റെ കാര്യമൊക്കെ എങ്ങനെയാ? എനിക്ക് എന്തെങ്കിലും കഴിച്ചാ പോരെ? വർക്കി ഒരാളെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അനുവാദം ചോദിക്കാതിരുന്നത് അനാദരവായിട്ട് തോന്നരുത്. ചോദിച്ചാൽ തരില്ലെന്ന് എനിക്കറിയാം. എഴുത്ത് നടക്കട്ടെ, അതെവിടെയായാലും എന്താ? എഴുതാൻ കഴിഞ്ഞ അത് തന്നെയാ പുണ്യം.
എന്റെ വിഷ്ണുമായേ. ഈ വീട്ടിൽ നിന്ന് ഞാൻ മാറിത്തരണമെന്ന് പറയാൻ ഇതിൽ കൂടുതൽ നല്ല ഭാഷയില്ല. യമോനെ, അച്ഛൻ വല്ലതും കഴിച്ചാണോ? യെസ്, കം ഇൻ. ഗുഡ് ഈവനിങ്. ആ, ഒരു മെമ്മോ ഉണ്ടായിരുന്നു. This is just an official formality. എംപ്ലോയ്മെന്റ് രജിസ്റ്ററിലെ റെക്കോർഡ്സ് എല്ലാം ഓർഡറിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. മറ്റുള്ളവരുടെ ക്വാളിഫിക്കേഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പ്രൂഫ് റീഡറായിട്ട് അവിടെ പോയി ഇരിക്കണമെന്നല്ല, റെക്കോർഡ്സിൽ എങ്ങനെ പറ്റും. മെമ്മോ റിസീവ് ചെയ്തതായിട്ട് ഈ രജിസ്റ്ററിലൊന്ന് ഒപ്പിട്ടാൽ നിന്റെ അച്ഛൻ വീട്ടിൽ കൊണ്ടുകൊടുക്കടാ മെമ്മോ. ഞാനാണെന്ന് വിചാരിച്ചടാ ബാസ്റ്റേഡ്. ഗെറ്റ് ഔട്ട്. അനിച്ചേട്ടാ, ഒരു ഇൻഫോർമൽ അനൗൺസ്മെന്റ് നടത്തിക്കോട്ടെ. എന്റെ ഒരേ ഒരു ജ്യേഷ്ഠൻ മരിച്ചുപോയ ഗോദവർമ്മയുടെ മകൾ സുദർശനയുടെയും എന്റെ മകൻ രാമവർമ്മയുടെയും മാരേജ് ഫിക്സ് ചെയ്തിരിക്കുന്ന വിവരം സന്തോഷപൂർവ്വം ഞാൻ അറിയിക്കുകയാണ്. കൺഗ്രാറ്റുലേഷൻസ് അപ്പേട്ട. ഹലോ, ഭാഷ ശരിയല്ലേ? ഒരു MBA ലൈനിൽ മുത്തശ്ശിയുടെ കാര്യതടവ് കിട്ടിയ ഭാഷയാണ്. അനിഞ്ചിട്ട് കഴിക്കുന്നില്ല. എക്സ്ക്യൂസ് മീ അപ്പേട്ട, ഒരു മിനിറ്റ്. മിസസ് മേനോൻ ഭാഗ്യവതിയാ. ഇതുപോലെ പുറത്തുള്ള 2 ആമക്കളെ കിട്ടിയല്ലോ. ഇൻഡാസ് കിട്ടി. കൊണ്ടുപോയി അവന്റെ അച്ഛൻ വീട്ടിൽ കൊടുക്കാൻ പറഞ്ഞു. രവി വർമ്മയെ പ്രൂഫ് റീഡറാക്കിയിട്ട് ഇയാൾ മാനേജിംഗ് എഡിറ്റർ കസേലിരിക്കില്ല. ഹലോ വർമ്മയാൻ വർമ്മ, എന്താണ് ചേട്ടനും കൂടി രഹസ്യം? കല്യാണമൊക്കെ ഫിക്സ് ചെയ്തിരിക്കല്ലേ? ഇനി മുമ്പോട്ടുള്ള നടപടികളെ കുറിച്ച് ഒരു ചെറിയ ക്ലാസ് കൊടുക്കായിരുന്നു. വേണ്ടേ? തീർച്ചയായിട്ടും വേണം. നടക്കട്ടെ. വേണ്ടാത്ത പണിക്കൊന്നും പോവല്ലേ, ചളമാവേ. അച്ഛൻ പെട്ടിയെടുത്ത് പോയവനെന്ന് ഞാൻ പോകത്തില്ല. എങ്ങോട്ട് പോകുന്ന? ക്ഷണിക്കാനൊക്കെ നമുക്ക് ജോലി ഉണ്ടാക്കി വെച്ചിരിക്കുക. നീ വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല മോനെ. മെമ്മോ തന്ന് വരുത്തിയതാ. നീ കഴിക്കുന്നില്ലേ? പ്രൂഫ് റീഡർക്ക് പറഞ്ഞിട്ടുള്ളതാണോ അമ്മേ സൊസൈറ്റിയും പാർട്ടി? അനിയൻചേട്ടന് ഭക്ഷണം ഇങ്ങോട്ട് എടുക്കട്ടെ. മെനി മോർ റിട്ടേൺസ് ഓഫ് ദ ഡേ സുദർശന. എന്താ മോനെ കാര്യം? നീ പോയി കിടന്നോ. അവരെ കണ്ടില്ലല്ലോ മോനെ. അവര് വന്നോളും മുത്തശ്ശി. ഇന്ന് ശരിക്കും സുധുവിന്റെ പിറന്നാളാണോ? ഓ, ആണ്ട് പിറന്നാളൊന്നുമല്ല, പക്ക പിറന്നാളാ. ക്ലബിൽ പാർട്ടി നടത്തണമെങ്കിൽ നിന്റെ അമ്മയ്ക്ക് എന്തെങ്കിലും കാരണം വേണ്ടേ? ബ്യൂട്ടി പാർലറിൽ കയറ്റി പെയിന്റ് ഒക്കെ അടിപ്പിച്ച അവളെ അവിടെ നിർത്തിയിരിക്കുന്നത്. ലിപ്സ്റ്റിക്കും ഉണ്ട്. പാവല്ലേടാ അവള്. പാവമായിരുന്നു. ഇന്ന് കണ്ടപ്പോ പാവയായിട്ട് തോന്നി. ഈ പരിഷ്കാരമൊക്കെ കാലത്തിന്റെ ആവശ്യ. തമ്പുരാട്ടി തിരി. ആ, പരമേട്ട മുത്തശ്ശി പറഞ്ഞ കേട്ടോ, പരിഷ്കാരം കാലത്തിന്റെ ആവശ്യമാണെന്ന്. അതുകൊണ്ട് ഇടയ്ക്കൊക്കെ പഠിപ്പുരെ തൂക്കി വല്ല ജാസൊക്കെ അടിച്ചു പഠിക്കാൻ നോക്ക്. എഴുത്തുപുര മുറ്റത്ത് ഫാഷൻ പരേഡ് നടത്താൻ പോവാണ് അപ്പേട്ടൻ. ഒരു അറ്റ്മോസ്ഫിയറിന് വേണ്ടി പരമേട്ടനെയും പായിപ്പാടിനെയും പൂറ്റിക്കുഞ്ഞിനെയൊക്കെ ടെറാക്കോട്ട പെയിന്റ് അടിച്ച് അവിടെ ഇവിടെയൊക്കെ പിടിച്ച് നിർത്തിക്കളെ അപ്പേട്ടൻ. അയ്യോ കുഞ്ഞ്, അത് ഉണങ്ങുന്ന പെയിന്റ് ആയിരിക്കൂ. കിണുങ്ങുന്ന പെയിന്റ്. കുഞ്ഞുണ്ണ വന്നാട്ടെ. ഞാൻ വരാം.
ഒഴിഞ്ഞു മാറിയതാ. വെറുതെ എന്നെ ഇറിറ്റേറ്റ് ചെയ്യില്ലേ? ആ, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ അനിയൻചേട്ടാ എന്നോട് ഇങ്ങനെ പെരുമാറുന്നത്? എത്ര ദിവസമായി അനിയൻചേട്ടാ എന്നോട് മിണ്ടിട്ടെന്ന് അറിയാമോ? എന്താ സുദർശനെ, സുഖമാണോ? ഇങ്ങനെ മിണ്ടിയാ മതിയോ? അനിയൻചേട്ടന്റെ മനസ്സിൽ എന്തുണ്ട്? അതാ ഇങ്ങനെയൊക്കെ പറയുന്നത്. എന്നെ ഇറിറ്റേറ്റ് ചെയ്യരുത്. ഞാൻ നേരത്തെ നിന്നോട് പറഞ്ഞു. ഞാൻ എന്ത് ഇറിറ്റേറ്റ് ചെയ്തു അനിയൻചേട്ടാ? എന്ത് ഇറിറ്റേറ്റ് ചെയ്തെന്നോ? ആരോട് ചോദിച്ചിട്ടാടി നീ ലിപ്സ്റ്റിക് ഇട്ട്? ആരോട് ചോദിച്ചിട്ടാ ലിപ്സ്റ്റിക് ഇട്ടെന്ന്? അപ്പച്ചിയാ പറഞ്ഞു ഇങ്ങനെയൊക്കെ വേണമെന്ന്. ഓഹോ, ഒരപ്പച്ചയും മരുമോളും. ഈ മോന്തയ്ക്ക് എന്തോന്നാ തേച്ച് വെച്ചിരിക്കുന്നത്? മതിയോ? പറ, ഇനി ഞാൻ എന്ത് ചെയ്യണം? ഇനിയും മനസ്സിൽ കുറെ കാര്യങ്ങളുണ്ട്. എന്ത് കാര്യങ്ങള്? അത് പോട്ടെ, അത് ഇതുപോലെ വിളക്കെണ്ണ തുടച്ചങ്ങ് തൂത്ത് കളഞ്ഞോളാം. ഇടി നാണമില്ലല്ലോടി. പക്ക പിറന്നാളാ, ആണ്ട് പിറന്നാളാന്ന് പറഞ്ഞോണ്ട് നാട്ടുകാരെ കളിപ്പിക്കാൻ. അയ്യേ, പോ, പൊയ്ക്കോ പൊയ്ക്കോ. എനിക്ക് ഉറക്കം വരുന്നു, പോ. മഹാഭാഗ്യമാ ഇങ്ങനൊരു ബന്ധം കിട്ടുന്നത്. എവിടെ വെച്ചാ താലി കെട്ടെന്ന് പറഞ്ഞത്? എഴുത്തുപുര വീട്ടിലെ കല്യാണമൊക്കെ കുടുംബക്ഷേത്രത്തിൽ വെച്ച് നടത്താറുള്ളൂ ഏട്ടാ. ഓ, അങ്ങനല്ലേ. എന്തിനാ നീ വരണമെന്ന് പറഞ്ഞ? അനിയൻചേട്ടൻ എന്നെ ഒരു സ്ഥലത്ത് കൊണ്ടുപോകും. കാര്യം പറ. എനിക്ക് അമ്മാവനെ കണ്ട അനുഗ്രഹം വാങ്ങിക്കണം. അനിയൻചേട്ടാ പ്ലീസ് ഒന്ന് കൊണ്ടുപോകും. എന്തിനാ സുധു? അമ്മയുടെ സ്വഭാവം നിനക്കറിയാം. അനിയൻചേട്ടാ എന്നെ കൊണ്ടുപോകുമല്ലോ എന്ന് പറ. നിനക്ക് നിർബന്ധമാണെങ്കിൽ എനിക്ക് പോണം അനിയൻചേട്ടാ, അമ്മാവനെ കാണണം. അല്ലെങ്കിൽ അതൊരു വലിയ തെറ്റാ. വാ, കേറ്. എങ്ങട്ടാ സുധു? അമ്മയൊക്കെ അങ്ങോട്ട് പോയിക്കോളൂ, ഞങ്ങൾ അങ്ങ് എത്തിക്കോളാം. ശരിയമ്മായി. മോളെ മുറുക്കി കെട്ടോ. എടോ, മോളെയൊക്കെ അവര് മുറുക്കി കെട്ടിക്കോളും. താൻ പോയി ആനയെ മുറുക്കി കെട്ടാൻ നോക്ക്. യു സീ മിസ്റ്റർ അനന്തരാമൻ, എനിക്ക് റിലേറ്റീവ്സ് എന്ന് പറഞ്ഞാലേ അലർജിയാണ്. പ്രൈവസി നഷ്ടപ്പെടുന്നു. ഇറ്റ്സ് ഓൾ ഇൻ ദ ഗെയിം, നെസസറി ഈവിൾ. ചിറം, കം ഓൺ. Cheers. Yes. വല്ലാതെ വൈകുന്നല്ലോ സുധു. കണ്ടിട്ട് പോവാ അനിയൻചേട്ടാ, വന്നതല്ലേ. ഇപ്പോഴിങ്ങെത്തും. 7 മണിക്ക് മുമ്പ് വരുമെന്ന് പറഞ്ഞിട്ടാ സാറ് പോയത്. ഇവളിതെവിടെ പോയിരിക്കുക? ചോദിക്കുന്നവരടുത്തൊക്കെ ഇപ്പൊ വരുന്ന എത്രന്ന് വെച്ചാ പറയാ. വരുമ്പോ വരട്ടെ. സുധ എവിടെ? അവളിങ്ങ് എത്തിയില്ലേ ഇതുവരെ? നിങ്ങളോടാ ചോദിച്ചേ? സർ പ്ലീസ് കം ഓൺ. എല്ലാരും ചോദിക്കുക അവളെവിടെയെന്ന്. കറങ്ങാൻ കണ്ട നേരം. ആട്ടിത്വം കൊടുത്താലും അടുക്കള സംസ്കാരം മാറില്ലെന്ന് വെച്ചാ പിന്നെന്ത് ചെയ്യാനാ? അരുത് മോളെ, അങ്ങനൊന്നും പറയരുത്. നിങ്ങൾ വന്നിട്ട് ഒരുപാട് നേരമായോ? ഒരുപാട് നേരം അയച്ചാ പറയാതെ വന്ന്. അച്ഛൻ പെട്ടെന്ന് ഇവിടെ ഒന്ന് അനുഗ്രഹിച്ചേ. അവളെ ഞാൻ എന്നെ അനുഗ്രഹിച്ചു കഴിഞ്ഞതാ. പിണങ്ങിയിട്ടൊന്നും അല്ല മോളെ ഞാൻ അങ്ങോട്ട് വരാതിരിക്കുന്നത്. വെഡിങ് കാർഡ് കിട്ടി. മിസ്റ്റർ ആൻഡ് മിസ്സിസ് KK മേനോൻ എന്നതിന്റെ മുകളിൽ അച്ചടിച്ചിട്ടുണ്ട്. എന്റെ മൂത്ത മോന്റെ കല്യാണം ഒരു ക്ഷണക്കത്തിലൂടെ അറിയിക്കേണ്ട ചുമതലയെ എന്റെ ഭാര്യയ്ക്കുള്ളൂ എങ്കിൽ മാറി നിൽക്കുന്നതല്ലേ അന്തസ്? നിനക്ക് നല്ലതേ വരൂ. സർ, യു ഷുഡ് കൺട്രോൾ യുവർ സെൽഫ്. കുറച്ച് സമയം മൂളി പോയിരുന്നാലോ? എന്താ അമ്മ ഇത്? എവിടെയായിരുന്നടാ ഇതുവരെ? എന്തിനാ ചോദിക്കണേ?
എനിക്ക് മനസ്സിലായി. എന്ത് മനസ്സിലായി? തനിക്കൊന്നും മനസ്സിലായില്ല. ഇയാൾക്കിപ്പോ ബോധമില്ല. ബോധമില്ലാത്ത നിനക്കാ. അമ്മ ഒന്നും മിണ്ടായിരുന്നേ. നിനക്ക് വേണമെങ്കിൽ നിനക്ക് എടുക്കാറില്ല അവളെ. എന്തിനാ ഈ ഒളിച്ചു കളി? പറയാ, എന്തിനായിരുന്നു ഈ ഒളിച്ചു കളി? മുത്തശ്ശി കേട്ടില്ലേ ഈ പറയുന്നത്? എനിക്ക് ഈ കല്യാണം വേണ്ട മുത്തശ്ശി. എനിക്ക് ഇനി ഈ കല്യാണം വേണ്ട മുത്തശ്ശി. എടീ, അമ്മ പാവാണ് അമ്മ. അതുകൊണ്ട് അമ്മയ്ക്ക് ഇതൊക്കെ കേട്ട് നിൽക്കേണ്ടി വന്നത്. ഞാൻ അടുക്കളക്കാരിയല്ല. മുത്തശ്ശിയുടെ വയറ്റിൽ പിറന്ന ഗോദവർമ്മ രാജയുടെ മകളാ ഞാൻ. എന്റെ അഭിമാനത്തെ ചോദ്യം ചെയ്യാൻ ഒരു ആഭാസനെ ഞാൻ സമ്മതിക്കില്ല. അമ്മാവന്റെ അനുഗ്രഹം വാങ്ങിക്കാൻ പോയതാ മുത്തശ്ശി ഞാൻ. അവഗണിച്ച് ഇറക്കി വിട്ടില്ല അമ്മച്ചി. ആ കാലത്തൊട്ട് അനുഗ്രഹം വാങ്ങിക്കാൻ പോയതാ, അല്ലാതെ തന്റെ അനിയനെ കൂടെ കിടക്കാൻ പോയതല്ല. വേണ്ട മുത്തശ്ശി, ഇനി എന്നെ അങ്ങനെ വിളിക്കണ്ട. എന്റെ അച്ഛനല്ലാതെ കുറവ് ആദ്യമായിട്ട് എന്ന് ഞാൻ അറിഞ്ഞു. ഞങ്ങൾക്ക് ആരുമില്ല, ആരുമില്ല. സുദർശനെ, നിന്റെ താലിയാ നീ നിഷേധിക്കുന്നത്. അവമാനിച്ചിട്ട് ഔദാര്യ തലി കാണിച്ചാൽ കഴുത്ത് നീട്ടി തരുന്ന ക്ലാവ് പിടിച്ച് പിച്ചിലെ കോലൊന്നല്ല ഈ സുദർശന. ഈ വീട്ടിലെ രക്തമാണ് ഞാനും. അത് നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? അറിവിന്റെ തിരുമുറ്റത്ത് അറിവുകേടിന്റെ ആൽക്കഹോളിക് പെർഫോമൻസ് അസലായപ്പെട്ട നാടക അസലായി. അതിഥികളും അന്തേവാസികളും അമ്മയും മുത്തശ്ശിയും ഒന്നിച്ചിരുന്ന് കണ്ടില്ലേ? അസലായി, അസലായി. ഇത്രത്തോളം ഭാവന അങ്ങേക്കുണ്ടെന്ന് ഞാൻ കരുതിയില്ല. നല്ലൊരു പ്രോംപ്റ്ററും. നിനക്ക് നല്ലതേ വരൂന്ന് അച്ഛന്റെ അനുഗ്രഹം വാങ്ങി വന്ന നമ്മുടെ സുധുവിനെ അമ്മ അപ്പേട്ടനും കൂടെ അപമാനിച്ചിറക്കി വിട്ടത്. അമ്മ തന്നെയാണോ അനിയൻ കുട്ട എന്ന് വിളിച്ച് എന്നെ വളർത്തിയത്? എങ്ങനെ നാവടക്കി കേട്ടു നിൽക്കാൻ പറ്റിയ അമ്മേ അപ്പേട്ടൻ എന്നെ കുറിച്ച് പറഞ്ഞതൊക്കെ? എനിക്ക് ആരുമില്ലേ? ഞാനും അനാഥനാണോ? അതെ മുത്തശ്ശി, എന്റെ അച്ഛനെ അപമാനിച്ചിറക്കി വിട്ട, നമ്മുടെ സുധുവിനെ അപമാനിച്ചിറക്കി വിട്ട ഈ അന്യായത്തിന്റെ വീട്ടിൽ ഞാൻ അനാഥൻ തന്നെയാണ്. അപ്പം തമ്പുരാന്റെ ഫലം നടക്കട്ടെ. ഒരു കരിക്കട്ട പോലെ ഈ വീട്ടിൽ കിടക്കാൻ എന്നെ കൊണ്ടാവില്ല. അനിയൻ കുട്ടാ,